ആൽക്കഹോളിക്സ് അനോണിമസിലെ വ്യക്തിഗതകൾ എന്താണ് വ്യക്തിഗതകൾ? ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യമായി അല്ലെങ്കിൽ 1935 അല്ലെങ്കിൽ 34, 35, 36, 37, 38, 39, അതായത് ഏകദേശം 4 വർഷക്കാലം പങ്കെടുത്ത ഒരുപാട് അംഗങ്ങളുണ്ട്. 1939 ഓഗസ്റ്റ് ഏപ്രിൽ മാസമാണ് നമ്മുടെ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ സംഘടനയ്ക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു പേരേ ഉണ്ടായിരുന്നില്ല. അവ അത് വ്യക്തികളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത്. ആ കാലഘട്ടത്തിനെ പൊതുവെ പറയുക ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ് എന്നാണ്. അതായത് അന്ധകാരത്തിലൂടെ നമ്മുടെ ഈ പറയുന്ന ഫെലോഷിപ്പ് പറക്കുകയായിരുന്നു. അന്ധകാരത്തിലാണ്. എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ സുബോധ ജീവിതം ആണ് ലക്ഷ്യമെഴുതുന്നെങ്കിലും ഒരു സ്ട്രക്ചറോ പിന്നീടാണ് ആൽക്കഹോളിക് ഫൗണ്ടേഷനും പിന്നീട് അത് ജനറൽ സർവീസ് ഓഫീസായി ലോകം മുഴുവനൊക്കെ വ്യാപിച്ചത് പിന്നീടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ, മീറ്റിങ്ങുകളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ എങ്ങനെ സോബറായി, എങ്ങനെ അവർ സുബോധം കാത്തു സൂക്ഷിച്ചു, 700ഉം 800ഉം മൈലുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലങ്ങളിൽ പോയി മറ്റൊരു ആൽക്കഹോളിക്കിനെ എങ്ങനെ അവർ കണ്ടുമുട്ടി. ചില ബിസിനസ് ആവശ്യത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് പോയപ്പോ അവർക്ക് ആൽക്കഹോളിക് ഫൗണ്ടേഷനിൽ നിന്നൊക്കെ ലെറ്റർ അല്ലെങ്കിൽ ബില്ലും ഡോക്ടർ ബോബും വിളിച്ചു പറയും, ഇന്നൊരാള് അവിടെയുണ്ട്, അയാളെ കാണണമെന്ന് പറയും. അങ്ങനെ കണ്ടുമുട്ടി അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങും. അങ്ങനെ കൂണ് പോലെ ലോകം മുഴുവൻ ഇന്ന് മീറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നല്ല നമ്മൾ ഈ കഥ കേൾക്കേണ്ടത്. 1939 അല്ലെങ്കിൽ 38 അല്ലെങ്കിൽ 37, 36 കാലഘട്ടങ്ങളിലുള്ള ആ 4 വർഷത്തെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് പരിമിതമായ ജോലി, അതുപോലെ തന്നെ നിരോധന സമയം, അമേരിക്കയിൽ മദ്യനിരോധന സമയം, പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല. ഇപ്പോഴെല്ലാം സ്ത്രീകൾ ജോലിക്ക് പോയി തുടങ്ങി. അന്നൊന്നും സ്ത്രീകൾ പൊതുവെ ജോലിക്ക് പോലെ വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഈ സാഹചര്യങ്ങളിലാണ് കഥയിലേക്കുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കഥകൾക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ് നിർത്തിയ കഥയില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ട്രൂത്ത് ഫ്രീഡ് മീ എന്നാണ്. ആ കഥ പോൾ എസ് എന്ന് പറയുന്ന വളരെയധികം ഡോക്ടർ ബോബിനെ സഹായിച്ചിരുന്ന ഒരു എ മെമ്പർ കൂടിയാണ് പോൾ എസ്. അദ്ദേഹം അക്രോണിലായിരുന്നു, ഒഹായോയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഡോക്ടർ ബോബിനെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കണ്ടുമുട്ടി. എപ്പോഴും ഡോക്ടർ ബോബ് അവനോട് പറഞ്ഞു, എൻ്റെ വീട്ടില് ആഫ്റ്റർ ഓഫീസ് അവേഴ്സിൽ നിനക്ക് വരാം, എൻ്റെ വീട്ടിൽ വന്ന് ഈ പറയുന്ന കാപ്പി കുടിക്കാം. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമാണ് അവർ മീറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഡോക്ടർ ബോബിന്റെ ജോലിക്ക് ശേഷം അദ്ദേഹം വീട്ടിലിങ്ങനെ കാപ്പി ഉണ്ടാക്കി, നമ്മൾ കേട്ടിട്ടുണ്ട് ആനി ഒരുപാട് കാപ്പി ഉണ്ടാക്കി വെക്കുമായിരുന്നു എന്ന്. ആദ്യം അദ്ദേഹം അവനോട് പറഞ്ഞത് സത്യസന്ധതയെ കുറിച്ചാണ്. അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ ഈ പറയുന്ന ഈ ഡോക്ടർ ബോബിന്റെ വീട്ടിലേക്കുള്ള യാത്രകൾ പോൾ എസ് നടത്തിയിട്ടുണ്ട്. പിന്നീട് ആദ്യമൊക്കെ പോളിന് അതൊരു തമാശ മട്ടിലായിരുന്നു. പക്ഷെ പിന്നെ പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഡോക്ടർ ബോബ് അയാളോട് പറയുമായിരുന്നു. അദ്ദേഹം മദ്യപാനം നിർത്തി. പക്ഷെ ആ സ്പിരിച്വൽ പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന സ്പിരിച്വൽ പ്രോഗ്രാം സ്വീകരിക്കാനായിട്ട് പോളസിന് സാധിച്ചില്ല. അവനെപ്പോഴും ഒരു സംശയാലുവും ഭയചകിതനും സ്വയം സഹതാപത്തിലും അല്ലെങ്കിൽ അവനോട് തന്നെ നാണക്കേട് ഒഴിയുന്ന അല്ലെങ്കിൽ അഫ്രൈഡ് ടു ഹിംസെൽഫ്, അഫ്രൈഡ് ടു ഹ്യൂമിലിയേറ്റ് ഹിംസെൽഫ് അങ്ങനെയുള്ള പറയുന്നത്. അങ്ങനെ ഒരു ഡിസംബർ 11 വരെ അദ്ദേഹം ആ തരത്തിലുള്ള ഒരു ലൈഫാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സമയത്ത് അവന് കുറച്ച് പണം ആവശ്യമായി വന്നു. അവനൊരു ബാങ്കിൽ പോയി. എന്നിട്ട് അവന്റെ കഥ പൂർണ്ണമായിട്ട് ആ ബാങ്കറോട് പറഞ്ഞു. അയാളാണെങ്കിൽ അയാൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായും വിശ്വസിച്ചു. അവൻ എന്താണ് കുടി നിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അവന് യഥാർത്ഥത്തിലുള്ള യാത്രയിലാണെന്നും ഒക്കെ ബാങ്കർക്ക് മനസ്സിലായി. ദൈവവുമായി നന്നായി പോവുകയാണെങ്കിൽ
ഹി വുഡ് ഡു ഓൾ ഹി കുഡ് ടു ഹെൽപ്പ് ഹിം കൊടുത്ത ലോൺ. അപ്പൊ ലോൺ കൊടുത്താൽ ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ദൈവ സഹായം കൂടി നിനക്ക് ആവശ്യമുണ്ടെന്ന് ആ ബാങ്കറാണ് ശരിക്കും പോളിനോട് പറയുന്നത്. അങ്ങനെ ഈ പോൾ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങനെ ഈ ഡോക്ടർ ബോബ് കൂടാതെ ഈ ബാങ്കറിൽ നിന്നുള്ള അല്ലെങ്കിൽ അവിചാരിതമായ ഒരു സോഴ്സിൽ നിന്ന് അവന് പണം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. അവൻ ആ ഓപ്പർച്യൂണിറ്റി, ആ അവസരത്തെ നന്നായി സ്വീകരിച്ചു. അവൻ ആ സത്യത്തെ വളരെയധികം സ്വീകരിച്ചു. അതിനുശേഷം 1937 ആയപ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ ഡിക് എസ് എന്ന് പറയുന്ന ദ കാർസ് മാസ്റ്റർ എന്ന് പറയുന്ന ലൈറ്റർ നമ്മൾ ആ കഥ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ എത്തിച്ചു. പോളിനെ സംബന്ധിച്ചിടത്തോളം പോളസ് ഒരുപാട് 12 സ്റ്റെപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഗ് ബുക്കിന്റെ ജനനമൊക്കെ പറയുമ്പോൾ പോളസ് ഡോക്ടർ ബോബിന്റെ കൂടെ ബില്ലിനെ കാണാനൊക്കെ ആയിട്ട് പോകുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാള് അയാളോടൊപ്പം ഇങ്ങനെ കാണാൻ പോയപ്പോ ഒരു മദ്യാസക്തൻ ഇവനോട് പരാതി പറഞ്ഞു, എനിക്കൊരു ജോബില്ല, അവനൊരു ജോബ് ആവശ്യമുണ്ട്. അപ്പോ പോളോ അവനോട് പറഞ്ഞത്, ഇറ്റ് വാസ് ടു സ്റ്റേ സോബർ ആൻഡ് വർക്ക് അറ്റ് ദിസ് പ്രോഗ്രാം. അതായത് സുബോധാവസ്ഥയിൽ നിലനിൽക്കുകയാണെങ്കിൽ, ഈ പ്രോഗ്രാമിൽ നിൽക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ഫുൾ ടൈം ജോബാണ് എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് എ ഫുൾ ടൈം ജോബ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ഈ പ്രോഗ്രാം തന്നെ ഒരു മുഴുവൻ സമയ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്ലാരൻസസിനെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പോളസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ പരിചയമുള്ളതാണ് ക്ലാരൻസസ്. അദ്ദേഹത്തിന്റെ കഥയും നമ്മൾ ഇതിനകത്ത് വായിച്ചതാണ്. ദ ഹോം ബ്രൂ മിസ്റ്റർ എന്ന് വെച്ചാല് വീട്ടില് കള്ളു ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ക്ലാരൻസസ്. പിന്നീട് നമുക്ക് ഒരുപാട് 12 സ്റ്റെപ്പ് പ്രോഗ്രാമുകൾ ചെയ്ത ഒരാൾ കൂടിയാണ് ക്ലാരൻസസ്. ഡോക്ടർ ബോബുമായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. ന്യൂയോർക്കിലെ റോക്ക്ഫെല്ലർ ഡിന്നറിൽ ഫെബ്രുവരി 8, 1940 റോക്ക്ഫെല്ലറിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ആളുകൂടിയാണ് പോളസ്. ഫ്രാങ്ക് ആമോസിനെയും ഈ പറയുന്ന ജോൺ ഡി റോക്ക്ഫെല്ലർ ആൽക്കോളിക്സ് അനോണമസിന്റെ ഇവിടുത്തെ പുരോഗതിയെ പറ്റി, അക്രോണിലെ പുരോഗതിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നിയമിച്ച ആളാണ് ഫ്രാങ്ക് ആമോസ്. ഫ്രാങ്ക് ആമോസിനെ കൺവിൻസ് ചെയ്യുന്നത് ശരിക്കും പോളാണ്. തന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഡോക്ടർ ബോബ് നീഡഡ് ഫിനാൻഷ്യൽ പവർ വുഡ് ഹാവ് ടു ഗീവ് അപ്പ് ഹിസ് വർക്ക് വിത്ത് ആൽക്കോളിക്സ്. അതായത് ഡോക്ടർ ബോബിന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്നും അല്ലെങ്കിൽ അവന് ഈ ആൽക്കോളിക്സുമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിർത്തിവെക്കേണ്ടി വരുമെന്നും ഈ പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണാത്മക പ്രവൃത്തിക്ക് വേണ്ടി വന്ന ഫ്രാങ്ക് ആമോസിനോട് പറയുന്നത് പോളസ് ആണ്. മിസ്റ്റർ ആമോസ്, അതായത് ആമോസ് ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പോൾ സെഡ് ഇറ്റ് വുഡ് ബി ക്രിമിനൽ ടു ലോസ് ഡോക്ടർ ആസ് ദെയർ ലീഡർ. അതായത് അതൊരു ക്രിമിനൽ പ്രവൃത്തിയായിരിക്കും ഡോക്ടർ ബോബ് എന്ന് പറയുന്ന ഇത്രയും നല്ല ഒരു ഡോക്ടറെ ഒരു ലീഡർ എന്ന രീതിയിൽ എക്ക് നഷ്ടപ്പെടുന്നത്, അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടുന്നത് അതൊരു ക്രിമിനൽ ആയിരിക്കും അല്ലെങ്കിൽ ക്രിമിനാലിറ്റി ആണ് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു മന്ത്ലി റെമ്യൂണറേഷൻ ഡോക്ടർ ബോബിനെ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷത്തേക്കെങ്കിലും ഡോക്ടർ ബോബിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാനായിട്ട് ഇടയുണ്ടായത് ഈ പോള് റെക്കമെൻഡ് ചെയ്തുകൊണ്ടുകൂടിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ബോബസിന്റെ സണ്ണ് സ്മിത്ത് എ ജോബ് ഇൻ ക്ലെവ്ലാൻഡ് വർക്കിംഗ് ആസ് എ സർവീസ് മാനേജർ ഫോർ എ ടയർ ഡീലർ. അപ്പോൾ ഈ പറയുന്ന സ്മിത്തി എന്ന് പറയുന്നത് ഡോക്ടർ ബോബിന്റെ മകനാണ്. അവന് ഒരു സർവീസ് മാനേജറായിട്ട് ഒരു ടയർ ഡീലറിന്റെ കടയിൽ ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്മിത്തി ഈ സെക്കൻഡിലെ വേൾഡ് വാർ യുദ്ധത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ, മിലിറ്ററി സർവീസ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ജോലി മേടിച്ചു കൊടുക്കുന്നതും ഡോക്ടർ ബോബിന്റെ മകന് ജോലി മേടിച്ചു കൊടുക്കുന്നതും ഈ പോളാണ്. ദ കാർസ് മാസ്റ്റർ എന്ന് പറയുന്ന ഡിക്കസ് ആണ് അദ്ദേഹത്തിന്റെ സഹോദരൻ. ഹു ഡെഡ് ഫ്രം എ കാർ ആക്സിഡന്റ് ഓൺ സെപ്റ്റംബർ 1953. ബോത്ത് ബ്രദേഴ്സ് റിമെയിൻഡ് സോബർ ആൻഡ് ദെയർ ഡെത്ത്സ്. അപ്പം കാർ ആക്സിഡന്റിലാണ് ഇവർ മരണപ്പെടുന്നത് സെപ്റ്റംബർ 19,
1953. അപ്പൊ രണ്ടുപേരും സുബോധാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. അപ്പൊ ആ കഥ ദ കാർ സ്മാഷർ എന്ന് പറഞ്ഞ കഥ പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന കഥ ആരുടേതാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് ഹാരോൾഡ് എസ് ആണ്. അത് ബ്രുക്ലിൻ, ന്യൂയോർക്കിലാണ് അദ്ദേഹത്തിന്റെ ഭവനം. ഹാരോൾഡ് വാസ് എൻ എയർലി ന്യൂയോർക്ക് മെമ്പർ. ആ ന്യൂയോർക്കിലെ ആദ്യകാലത്തെ ഒരു മെമ്പറാണ്. അദ്ദേഹം ഫെബ്രുവരി 1938 മദ്യപാനം നിർത്തിയത്. അദ്ദേഹം ജൂണിൽ ഒരു സ്ലിപ്പ് വരുന്നുണ്ട്, ജൂൺ ഓഫ് ദാറ്റ് ഇയർ. അതായത് ഫെബ്രുവരിയിൽ എത്തുന്നു, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം സോബർ ആയതിനു ശേഷം അദ്ദേഹം ഒന്ന് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ വളരെ ദീർഘകാലത്തെ കുടിജീവിതത്തിൽ അദ്ദേഹം അനേകം ജോലികൾ അന്വേഷിക്കുകയും അനേകം ജോലികളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആയിരുന്നു. പല ഓർക്കസ്ട്രയ്ക്കും വേണ്ടി അദ്ദേഹം വയലിൻ വായിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു റേഡിയോ എഞ്ചിനീയർ ആയിരുന്നു, ഒരു ബാലറ്റ് മാസ്റ്റർ ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ഹെയർ ഡ്രസ്സിംഗ് പരിപാടികൾ അറിയായിരുന്നു, മുടിയൊക്കെ വെട്ടുന്ന പരിപാടി അറിയാമായിരുന്നു. അങ്ങനെ പല ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വേൾഡ് വാർ 1 അദ്ദേഹം നേവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റില്, സെലിബ്രേറ്റഡ് റെസ്റ്റോറൻറ്റ്, വളരെ സെലിബ്രേറ്റഡ് റെസ്റ്റോറൻറ്റിൽ ഈ പറയുന്ന ക്യാബറയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് ഇദ്ദേഹം വയലൊക്കെ വായിക്കാൻ പോയിട്ടുണ്ടെന്ന് എൻ്റെ ചരിത്രം പറയുന്നു. റേഡിയോ ഓപ്പറേറ്റർ ആയിട്ട് നേവിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അമേച്ചർ റേഡിയോ, നേവിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമേച്ചർ റേഡിയോയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹത്തിന് ഫെഡറൽ ലൈസൻസ് ഉണ്ടായിരുന്നു റേഡിയോ സെറ്റ് ഉപയോഗിക്കാനുള്ള. അതുപോലെ തന്നെ റേഡിയോയില് പല കാര്യങ്ങളും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം മുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ചെറിയ സ്മോൾ റിസീവിംഗ് സെറ്റ്സ് ഫോർ ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അയൽവക്കക്കാർക്കുമായിട്ട് ഇങ്ങനത്തെ റേഡിയോ സെറ്റുകൾ അദ്ദേഹം കൊടുക്കുമായിരുന്നു. അദ്ദേഹം പിന്നീട് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ബിസിനസ്സിനായിട്ട്. പിന്നീട് അത് 2 സ്റ്റോറായിട്ട് വളർന്നു. അതിനകത്ത് 11 ആളുകൾ ജോലിക്കാരായിട്ടുണ്ടായിരുന്നു. 3 വർഷക്കാലം ബോത്ത് സ്റ്റോറും നഷ്ടം വന്നു. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടി കാരണമാണ്. അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അദ്ദേഹം മാറി മാറി സഞ്ചരിച്ചു. പെഡൽഡ് ബ്രഷസ്, ഡിഡ് ഓഡ് ജോബ്സ് സച്ച് ആസ് പെയിന്റിങ്. അതായത് എല്ലാ പണിയും, നല്ല എഞ്ചിനീയർ ആയിരുന്നു, നല്ല എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം പെയിന്റിങ് ജോലിക്ക് പോയിട്ടുണ്ട്. പിയാനോ കമ്പനിയിൽ അസിസ്റ്റന്റ് സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് 1929 ക്രാഷ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം പഴയ അദ്ദേഹത്തിന്റെ പരിചയമുള്ള റേഡിയോ സ്റ്റോറിൽ പോയി. പിന്നീട് അദ്ദേഹം കുടി ഭയങ്കര കൂടുതലായി. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെയധികം, ശാരീരിക അവസ്ഥ വളരെ മോശമായി. അങ്ങനെ അദ്ദേഹം കുടി നിർത്താനായി ശ്രമിച്ചു. അവന്റെ കുടുംബം അവന്റെ ഈ കുടിയെ കുറിച്ച് വളരെയധികം വരീഡായിരുന്നു. അവള് ജോലിക്ക് പോയി. അങ്ങനെ മക്കളെ, അതായത് ഒരു മകനുണ്ടായിരുന്നു, ആ മകനെ അവളാണ് ശ്രദ്ധിച്ചത്. പിന്നെ അവരുടെ പേരൻസ് ഹൗസിലേക്ക്, മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മാറി. അങ്ങനെ ഒരു വെൽ നോൺ, അതായത് വളരെ അറിയപ്പെടുന്ന സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഹാരോൾഡ് സോയുമായിട്ട് ഈ വൈഫ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ആ ഡോക്ടറാണ് ഹോസ്പിറ്റലൈസേഷൻ, 3 മാസത്തെ ഹോസ്പിറ്റലൈസേഷൻ, അല്ലെങ്കിൽ 1 വർഷമെങ്കിലും, 3 മാസം മുതൽ 1 വർഷമെങ്കിലും അവൻ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഹാരോൾഡ് ശരിക്കും അറിയാം, അവൻ റിലീസ് ചെയ്യുമ്പോൾ, അതായത് ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുടിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുള്ളവനാണ് അവൻ എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവന് നോട്ട് വാണ്ട് ടു ടേക്ക് എ ഡ്രിങ്ക്, അതായത് ഒരു കുടി എടുക്കുന്നതിനെ കുറിച്ച് അവൻ ആലോചിച്ചില്ല. അങ്ങനെ ഈ കുടി നിർത്തൽ അവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ, അവൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. പക്ഷെ എങ്ങനെയാണെന്ന് അവൻ അറിയുന്നില്ല. 6 7 8 ഡോക്ടറുടെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ട്. ചിലത് അവന്റെ കൂട്ടുകാരുടെ ഉപദേശപ്രകാരം ആയിരുന്നു, ചിലത് വൈഫിന്റെ അല്ലെങ്കിൽ അവളുടെ പ്ലാൻ പ്രകാരമായിരുന്നു. പ്രത്യേകിച്ച് പ്രതീക്ഷാരഹിതമായ, ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കേസായിരുന്നു അവള് പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി, നിനക്ക് ഒരു
നട്ടലില്ലാത്ത, ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത, ഒരു കുഴിയിൽ വീണ ഒരാളാണ് എന്ന് അവളെ കുറ്റപ്പെടുത്തി. അവന്റെ ഫാദർ ഒരു ഹിസ് ഫാദർ എ ഫിസിഷ്യൻ പുട്ട് ഹിം ഇൻ എ പ്രൈവറ്റ് ന്യൂയോർക്ക് ഹോസ്പിറ്റൽ, പ്രോബബ്ലി ടൗൺസ് ഹോസ്പിറ്റൽ ആയിരിക്കാം ഒരു പക്ഷേ. അവന്റെ അച്ഛൻ അവനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് പുതിയ ആളുകളെ, അവൻ വിളിക്കുന്നത് എ ട്രൂ ഫ്രണ്ട്സ് എന്നാണ്, ശരിയായ ആത്മാർത്ഥമായുള്ള സുഹൃത്തുക്കളെ അവിടെ വെച്ച് കാണുകയും അവനോട് ആവശ്യപ്പെട്ടു, യു റിയലി വാണ്ടഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, നിനക്ക് യാഥാർത്ഥ്യത്വമായിട്ട് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ അതിനു വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാനും തയ്യാറാണോ? നോ മാറ്റർ വാട്ട് ഇറ്റ് വാസ്, എന്ത് തന്നെയായാലും ചെയ്യാൻ തയ്യാറാണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവനോട് ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ ധാരാളം AA അംഗങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട്. 14 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും അവൻ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നുണ്ട്. പിന്നീട് അവന് ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു തിരിച്ചെത്താനായിട്ട്. ആ ഒരു രണ്ടാമത്തെ കുടി അവനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്തു. എന്തോ താൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ചില സിമ്പിൾ സ്റ്റെപ്പുകൾ ഞാൻ എടുക്കാനായത് പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് തോൽവി സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി. ആ സ്ലിപ്പോടുകൂടി അവന് ആ തോൽവിയോടുകൂടി അവന് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുകയും പിന്നീടുള്ള ജീവിതത്തിൽ അവന്റെ സുബോധാവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട പടികൾ എടുക്കാനായിട്ട് അവൻ തയ്യാറായി. ഒരു ദിവസം രാവിലെ ഉറക്കമില്ലാത്ത ഒരു രാത്രിയിലും വളരെ വിഷമിച്ച് അവൻ ബൈബിൾ തുറക്കുകയും അതിനകത്ത് അവന് സഹായം നോക്കുകയും ചെയ്തു. പിന്നീട് അവൻ ഗ്രൂപ്പിൽ തിരിച്ചെത്തി. അങ്ങനെ began to turn his life over to care of God. അവന്റെ ജീവിതം വെച്ചും ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. 1939 അദ്ദേഹം അവന്റെ വീട്ടിൽ തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതായി ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും 1938 ഒരു കഥയാണത്. അദ്ദേഹത്തിന്റെ കഥയുടെ പേര് സ്മൈൽ വിത്ത് മീ എന്നാണ്. സ്മൈൽ വിത്ത് മീ അറ്റ് മീ, ഹറോൾഡ് എസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പോളസിന്റെ കഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ്. ഈ കഥയിലേക്ക് നമുക്ക് അദ്ദേഹം എഴുതിയേക്കുന്ന അനുഭവം, ശക്തി പ്രതീക്ഷയിലേക്ക് നമുക്ക് പോകാം. സ്മൈൽ വിത്ത് മീ അറ്റ് മീ. അറ്റ് ദ ഏജ് ഓഫ് 18, 18-ാമത്തെ വയസ്സിൽ ഐ ഫിനിഷ്ഡ് ഹൈസ്കൂൾ, ഞാൻ ഹൈസ്കൂൾ പൂർത്തിയാക്കി. ആൻഡ് ഡ്യൂറിങ് മൈ ലാസ്റ്റ് ഇയർ ദർ മൈ സ്റ്റഡീസ് വെയർ ഡ്രോപ്പിംഗ് അവേ ടു ബി റീപ്ലേസ്ഡ് ബൈ ഡാൻസിങ്. അതായത് ആ പഠന അവസാന വർഷം ഞാൻ എൻ്റെ പഠിത്തത്തെക്കാൾ ഉപരിയായി ഞാൻ അത് ഡാൻസ് ചെയ്യാനും, ഗോയിങ് ഔട്ട് നൈറ്റ്സ്, പല രാത്രികളിലും പുറത്ത് പോകാനും, ആൻഡ് തിങ്കിങ് ഓഫ് എ ഗുഡ് ടൈം ആസ് മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ഓഫ് മൈ ഏജ് ഡിഡ്. അതായത് എൻ്റെ പ്രായത്തിലുള്ള പല ആൺകുട്ടികളും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഐ സെക്യൂർഡ് എ ജോബ് വിത്ത് എ വെൽ നോൺ ടെലിഗ്രാഫ് കമ്പനി. ഞാനൊരു ജോലി ഒരു ടെലിഗ്രാഫ് കമ്പനിയിൽ സൂക്ഷിച്ചു. വിച്ച് ലാസ്റ്റഡ് അബൌട്ട് എ ഇയർ. ആ ജോലി ഒരു വർഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ഡ്യൂ ടു ദ ഫാക്ട് ഐ തോട്ട് ഐ വാസ് ടു ക്ലവർ ഫോർ എ 7-week job which did not supply me with enough money for my pleasures. അതായത് ഒരു ആഴ്ചയിൽ $7 മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. അതെന്റെ പ്ലഷറിന് അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന പല പ്രവൃത്തികൾക്കും ആ പണം ഇനഫ് ആകില്ല, തൃപ്തിയാകില്ല എന്ന് വിചാരിച്ചിട്ട് ടോക്കിംഗ് ഗേൾസ് ഔട്ട്, അതായത് ടേക്കിംഗ് ഗേൾസ് ഔട്ട്, പെൺകുട്ടികളെ പുറത്തു കൊണ്ടുപോകുന്നത് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങൾക്ക് ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സ്മോൾ വേജസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചെറിയ പണം കൊണ്ട് അല്ലെങ്കിൽ ശമ്പളം കൊണ്ട് ഞാൻ സംതൃപ്തനായില്ല. നൗ ഐ വാസ് എ വെരി ഗുഡ് വയലിനിസ്റ്റ്. ഇപ്പോൾ ഞാൻ നല്ല ഒരു വയലിനിസ്റ്റ് ആണ്. അറ്റ് ദ ടൈം ആൻഡ് വാസ് ഓഫേർഡ് ജോബ്സ് വിത്ത് സം ഓൾ വെൽ നോൺ ഓർക്കസ്ട്രാസ്. അതായത് ചില ഓർക്കസ്ട്രകളിൽ എനിക്ക് പല ജോലികളും അവർ വാഗ്ദാനം ചെയ്തു. ബട്ട് മൈ പേരൻസ് ഒബ്ജക്റ്റഡ് ടു മൈ ബീയിങ് എ പ്രൊഫഷണൽ മ്യൂസിഷ്യൻ. Although my last year in high school was mostly spent playing for dances and giving exhibition dances at most of the fraternity affairs. അതായത് മാതാപിതാക്കന്മാർക്ക് ഇതിനോട് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. അവർ ഈ പ്രൊഫഷണൽ മ്യൂസിഷ്യൻ ആകുന്നതിനെ കുറിച്ച് എതിർക്കുകയും എന്നിരുന്നാൽ തന്നെ ഞാൻ കുറേ നാളുകൾ ഡാൻസിനും എക്സിബിഷൻ ഡാൻസിനും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്തു. Now, naturally, I was far from satisfied with my $7 a week wages. ഇപ്പോ
എനിക്ക് $7 കിട്ടാത്ത അതിനേക്കാളും ദൂരെയാണ് ഞാൻ. സോ വെൻ ഐ കെയിം അക്രോസ് എ ബോയ്, ഞാനൊരു ആൺകുട്ടി ബോയ് നെയ്ബർ ഓഫ് മൈൻ ഓൺ ദ സബ്വേ വൺ നൈറ്റ്. ഒരു സബ്വേയില് ഒരു രാത്രി ഞാൻ എൻ്റെ അയൽക്കാരനായ ഒരു ആൺകുട്ടിയെ കണ്ടുമുട്ടി. ബൈ ദ വേ ഐ റീഡ് ഇൻ ദിസ് ന്യൂസ് ദാറ്റ് ദിസ് സെയിം ബോയ് ഡെഡ് ഫോർ 4 days ago. By the way, I read in the newspaper that this same boy dead 4 days ago. അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ ആൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഹി ടോൾഡ് മീ ഹി വാസ് എ ഹോസ്റ്റ്. അവൻ എന്നോട് പറഞ്ഞു അവനൊരു ഹോസ്റ്റ് ആണെന്ന്. ഇൻ എ സെലിബ്രേറ്റഡ് റെസ്റ്റോറന്റ് ആൻഡ് കാബറേറ്റ്. ആൻഡ് ദാറ്റ് ഹിസ് സാലറി റൺ 14 ഡോളറാണ് പെർ വീക്ക് അവന് കിട്ടുന്നത്. ഹി മെയ്ഡ് 50 എ വീക്ക് ഇൻ ടിപ്സ്. $50 അവന് ടിപ്പും കിട്ടുമെന്ന് അവനോട് പറഞ്ഞു. Well, think of being paid for dancing with the carefree ladies of the afternoon. അതായത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുക, ഒരു ശ്രദ്ധയില്ലാത്ത പെൺകുട്ടികളുമായി ഡാൻസ് ചെയ്യുക, ആൻഡ് റിസീവിങ് ഓൾ ദാറ്റ് സം. ഒരു $50 ഉൾപ്പെടെ ടിപ്പ് ഉൾപ്പെടെ $14 ശമ്പളം ഉൾപ്പെടെ കിട്ടുക. ആൻഡ് വി വർക്കിംഗ് ഫോർ ഓൺലി 7 per hour. അതായത് ഇപ്പൊ ഒരു പെർ വീക്കിൽ $7 മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. The following day I went straight up down to Broadway and never did go back to my old job. അങ്ങനെ ഞാൻ ബ്രോഡ്വേയിലേക്ക് പോവുകയും എൻ്റെ പഴയ ജോലി ഉപേക്ഷിക്കുകയും പിന്നീട് ഒരിക്കലും ഞാൻ അതിനകത്ത് തിരിച്ചു പോകാതിരിക്കുകയും ചെയ്തു. This was the beginning of a long stretch of high flying, as I thought. ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഉയർന്ന പറക്കലായിരുന്നു അത്. Only to find out when I was 41 years old to be very low flying. 41-ാമത്തെ വയസ്സിലാണ് ഞാൻ വളരെ ഉയർന്നു പറക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനത് താഴ്ന്നു പറക്കുകയായിരുന്നു ഓർത്തത്. 41-ാമത്തെ വയസ്സിലാണ് ഞാനത് കണ്ടുപിടിച്ചത്. ഐ വർക്ക്ഡ് ഇൻ ദിസ് റെസ്റ്റോറന്റ്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു അൻറ്റിൽ ഐ വാസ് 21. 21 വയസ്സ് വരെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു. ദെൻ വി വെന്റ് ഇൻ ടു ദി വേൾഡ് വാർ. അതിനുശേഷം ഞാൻ വേൾഡ് വാറിൽ പങ്കെടുക്കാനായിട്ട്, ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. ഐ ജോയിൻഡ് ദ നേവി. ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തു. My enlistment pleased the owner of my cabaret so much that he offered me a good job at the end of my federal service. അതിനുശേഷം എൻ്റെ കാബറയിലെ ഓണർ എന്നോട് വളരെയധികം താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഫെഡറൽ സർവീസ് തിരിച്ചു വന്നപ്പോഴത്തേക്കും, അതായത് മിലിറ്ററി ജോബ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ തന്നെ വീണ്ടും ജോലി കിട്ടി. ദ ഡേ ഐ വാക്ക്ഡ് ഇൻ ടു ഹിസ് എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് മൈ റിലീസ് ഫ്രം ആക്റ്റീവ് ഡ്യൂട്ടി. അതായത് ഞാൻ ആ കാബറയുടെ അവിടെ വർക്ക് ചെയ്തപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ഈ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന വലിയ ജോലിയിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ജോലിയിൽ നിന്നുള്ള ഒരു വളരെയധികം തുറന്ന് ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഹി സെഡ്, യു ആർ മൈ അസിസ്റ്റന്റ് മാനേജർ ഫ്രം നൗ ഓൺ. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ എൻ്റെ അസിസ്റ്റന്റ് മാനേജറാണ്. വെൽ, ദിസ് പ്ലീസ് മീ ആസ് യു ക്യാൻ ഇമാജിൻ ആൻഡ് മൈ ഹാർട്ട് ഫ്രം ദെൻ ഓൺ വുഡ് നോട്ട് ഫിറ്റ്. അപ്പം അത് അവന് വളരെയധികം സന്തോഷം ഉണ്ടായി. അവന്റെ തൊപ്പി തലയിൽ ഇരുന്നില്ല, കാരണം അവൻ വളരെയധികം സന്തോഷത്താൽ ഉയർന്നു പൊങ്ങി എന്നുള്ളതാണ്. നൗ ഓൾ ദിസ് ടൈം മൈ ടേസ്റ്റ് ഫോർ ലിക്കർ വാസ് കോൺസ്റ്റന്റ്ലി ഗ്രോയിങ്. അപ്പോൾ മദ്യത്തോടുള്ള എൻ്റെ രുചി തുടർച്ചയായിട്ട് വളർന്നു. ഓൾദോ ഇറ്റ് വാസ് നോ ഹാബിറ്റ്. ഇതൊരു ശീലമായിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് നോ ക്രേവിംഗ്. എനിക്കൊരു കൊതി ഉണ്ടായിരുന്നില്ല. ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കുകൾ പറഞ്ഞു, ഇഫ് ഐ ഹാഡ് എ ഡേറ്റ് ആൻഡ് വാണ്ടഡ് എ ഡ്രിങ്ക് വിത്ത് ദ ഗേൾ ഫ്രണ്ട് ഐ വുഡ്, അതർവൈസ് ഐ വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇറ്റ് ഓൾ. അതായത് എനിക്കൊരു പെൺകുട്ടിയുമായിട്ട് ഡേറ്റിങ്ങിന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കുടിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇൻ 6 months ടൈം, 6 മാസത്തെ സമയത്ത് ഐ ഫൗണ്ട് ഐ വാസ് ടു ഗുഡ് ഫോർ ദിസ് ജോബ്. ഞാൻ വളരെയധികം നല്ലതാണ് ഈ ജോലി എന്ന് തോന്നി. ആൻഡ് എ കോമ്പറ്റീറ്റീവ് റെസ്റ്റോറന്റ് or a chain of the best well-known nightclubs offered me a better position which I accepted. അതായത് ഇതിനോട് തുല്യം നിൽക്കുന്ന മറ്റൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് റെസ്റ്റോറന്റുകൾ ചെയിൻ സിസ്റ്റം പോലെ ഉണ്ടായിരുന്നു. നൈറ്റ് ക്ലബിൽ എനിക്ക് നല്ലൊരു ബെറ്റർ പൊസിഷൻ ഓഫർ ചെയ്തപ്പോൾ ഞാൻ അത് സ്വീകരിച്ചു. ദിസ് നൈറ്റ് ലൈഫ് വാസ് സ്റ്റാർട്ടിംഗ് ടു ടെൽ ആൻഡ് ഷോ ഇറ്റ്സ് മാർക്സ് ആൻഡ് വിത്ത് ദ സ്ലംപ് ഇൻ ദാറ്റ് സോർട്ട് ഓഫ് ബിസിനസ് അറ്റ് ദ ടൈം. അപ്പോൾ ഈ തരത്തിലുള്ള ഈ നൈറ്റ് ക്ലബുകൾ ഒരു നല്ല ബിസിനസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഐ ഡിസൈഡ് ടു അപ്ലൈ ഫോർ എ ജോബ് വിത്ത് എ വെൽ നോൺ ബാലറ്റ് മാസ്റ്റർ ഹു ഡ്രിൽഡ് മെനി കോറസ് ഫോർ ബ്രോഡ്വേ ഷോസ്. അപ്പോൾ ബ്രോഡ്വേയിലെ ഈ പറയുന്ന കോറസ് ആയിട്ടുള്ള ഷോകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബാലറ്റ് മാസ്റ്ററെ ജോലിക്കായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അപേക്ഷിച്ചു. ഐ വാസ് ദിസ് മാൻസ് അസിസ്റ്റന്റ്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയി. ആൻഡ് ഐ റിയലി ഹാഡ് ടു വർക്ക് വെരി ഹാർഡ് ഫോർ ദ ലിറ്റിൽ മണി. വളരെ ഒരു ചെറിയ തുകയ്ക്ക്
ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ റിസീവ്ഡ് സംടൈംസ് 12 hours ഫോർ മോർ എ ഡേ. ചിലപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്യണം, ചിലപ്പോൾ അതിലധികം സമയങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു. ബട്ട് ഐ ഗോട്ട് ദ എക്സ്പീരിയൻസ് ആൻഡ് ഹോണർ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളും പിന്നെ എനിക്ക് ബഹുമാനവും കിട്ടി. വിച്ച് വാസ് ജസ്റ്റ് വാസ് ഐ വാസ് ലുക്ക് ഫോർ. അതാണ് ഞാൻ ശരിക്കും ആഗ്രഹിച്ചത്. ദിസ് വാസ് വൺ ടൈം വെൻ മൈ വർക്ക് ഇന്റർഫിയർഡ് വിത്ത് മൈ ഡ്രിങ്കിങ്. അങ്ങനെ ഒരു ദിവസം എന്റെ ജോലി ഈ പറയുന്ന മദ്യവുമായി ഇന്റർഫിയർ ചെയ്തു. ദിസ് ജോബ് കെയിം ടു ആൻ എൻഡ് ഓൺ ഈവനിങ് വെൻ ഐ വാസ് ഡ്രിങ്കിങ് ക്വൈറ്റ് ഹെവിലി. ഒരു ദിവസം വളരെയധികം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. എ സർട്ടൻ പ്രൊമിനന്റ് ആക്ട്രസ് എൻക്വയർഡ് ഓഫ് പ്രൊഫസർ എക്സ് മൈ ബോസ്. അങ്ങനെ ചില ആക്ട്രസുകൾ പ്രൊഫസർ എക്സ് എന്ന് പറയുന്ന എന്റെ ബോസിനോട് അന്വേഷിച്ചു. ഇഫ് ഐ വുഡ് ബി ഇൻട്രസ്റ്റഡ് ടു സൈൻ ആൻ 80-week കോൺട്രാക്ട് ഫോർ എ വാഡുവിലെ ടൂർ. അതായത് ഒരു ടൂറാണത്. ആ ടൂറിൽ ഒരു 8 ആഴ്ച പോകണം. അതിനകത്ത് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് അവന് താല്പര്യമുണ്ടോ എന്ന് ഒരു ആക്ട്രസ്, നടിയായിട്ടുള്ള ഒരാള് എന്റെ ബോസിനോട് ചോദിച്ചു. ഇറ്റ് സീംസ് ഷീ കുഡ് യൂസ് മീ ആസ് എ പാർട്ണർ ഇൻ ഹർ ആക്ട്. അതായത് അവളുടെ ആ പ്രവൃത്തിയിൽ അങ്ങനത്തെയുള്ള ഈ പറയുന്ന ടൂറിൽ എന്നെ പാർട്ണറാക്കാനാണ് അവളുടെ ഉദ്ദേശം. നൗ എ വെരി നൈസ് വുമൺ മിസ് ജെ. അവള് നല്ലൊരു സ്ത്രീ ആയിരുന്നു. അവളുടെ പേര് മിസ് ജെ എന്നാണ് പറയുന്നത്. ഹു വാസ് ഓഫീസ് ക്ലർക്ക് ആൻഡ് പിയാനിസ്റ്റ് ഫോർ ദ ബോസ്. അവളാണെങ്കിൽ ഓഫീസ് ക്ലർക്കും ആയിരുന്നു, പിയാനോ വായിക്കുന്ന ആളുമായിരുന്നു. Overheard the conversation and told both Mr. X and Mrs. and I would not be interested. അപ്പൊ ഇത് കേട്ട ഞാനും ഇത് ഇവരുടെ സംഭാഷണം കേട്ട ഞാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൺ ഹിയറിംഗ് ദിസ് ഐ വെന്റ് ഔട്ട് ആൻഡ് ഡ്രാങ്ക് എനഫ് ടു കോസ് പ്ലെന്റി ഓഫ് ട്രബിൾ. ഞാൻ വീണ്ടും കുടിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ ട്രബിൾ ഉണ്ടാക്കി. സ്ലാപ്പിംഗ് മിസ് ജെ, ഞാൻ അവളെ അടിച്ചു. ആൻഡ് ഡൂയിങ് വൺ ഓൾ റൗണ്ട് ഡ്രാങ്ക് ആക്ട് ഇൻ ദ സ്റ്റുഡിയോ. പിന്നീട് ഞാൻ ഒരുപാട് കുടി മൂലം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ ആ സ്റ്റുഡിയോയിൽ ചെയ്തു. ദിസ് വാസ് ദ എൻഡ് ഓഫ് മൈ ഹൈ ഫ്ലൈങ് എമോങ് ദ വൈറ്റ് ലൈറ്റ്സ്. അങ്ങനെയാണ് ആ ഉയർന്നു പൊങ്ങിയ എന്റെ അവസാനത്തെ ആ വെള്ളിവെളിച്ചം അല്ലെങ്കിൽ വെള്ളപ്രകാശം അവസാനിച്ചത്. ഐ വാസ് ഓൺലി 24-year-old. എനിക്കിപ്പോൾ 24 വയസ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ കെയിം ഹോം ടു സെറ്റിൽ ഡൗൺ. ഇൻഫാക്ട് ഐ ഹാഡ് ടു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്കൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യേണ്ട കാര്യമുണ്ട്. ഐ വാസ് ബ്രോക്ക് ബോത്ത് ഫിനാൻഷ്യലി ആൻഡ് ഇൻ സ്പിരിറ്റ്. ഞാൻ സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും തകർന്നു. ബീയിങ് എ റേഡിയോ ഓപ്പറേറ്റർ ഇൻ ദ നേവി, ഐ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ അമേച്ചർ റേഡിയോ. അപ്പോൾ ഞാൻ നേവിയിലെ ഒരു റേഡിയോ ഓപ്പറേറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അമേച്ചർ റേഡിയോയിൽ താല്പര്യമുണ്ടായിരുന്നു. ഐ ഗോട്ട് എ ഫെഡറൽ ലൈസൻസ്. എനിക്ക് ആ രാജ്യത്തെ ഫെഡറൽ ലൈസൻസ് ഉണ്ടായിരുന്നു. അതിന്റെ മേടെ ട്രാൻസ്മിറ്റിംഗ് റേഡിയോ. ഞാൻ ട്രാൻസ്മിറ്റിംഗ് റേഡിയോ സെറ്റ് ഉണ്ടാക്കി. ആൻഡ് വുഡ് ഓഫൺ സിറ്റ് അപ്പ് ഹാഫ് ദ നൈറ്റ് ട്രൈങ് ടു റീച്ച് ഔട്ട് ഓൾ ഓവർ ദ കൺട്രി. അത് ഞാൻ പകുതി രാത്രികളിലും ഉണർന്നിരുന്ന് ഈ രാജ്യത്തെ എല്ലായിടത്തും എത്തിച്ചേരാൻ ശ്രമിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ വാസ് ജസ്റ്റ് ഇൻ ഇറ്റ്സ് ഇൻഫൻസി ദെൻ. ആ സമയത്ത് ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ എന്ന് പറയുന്നത് ഒരു ശൈശവ ഘട്ടത്തിലാണ്. ആർക്കും അങ്ങനെ പ്രൊഫഷണലായി ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ തുടങ്ങാത്ത സമയമാണ്. സോ ഐ ബിഗാൻ ടു മേക്ക് സ്മോൾ റിസീവിംഗ് സെറ്റ് ഫോർ മൈ ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെറിയ ഒരു റേഡിയോ സെറ്റുകൾ കൂട്ടുകാർക്കും അയൽവക്കക്കാർക്കുമായിട്ട് വാങ്ങി. ഫൈനലി ഐ വർക്ക്ഡ് അപ്പ് ക്വൈറ്റ് എ ബിസിനസ്. അങ്ങനെ ഞാനൊരു ബിസിനസ് തുടങ്ങി. ആൻഡ് ഓപ്പൺ എ സ്റ്റോർ. ഞാനൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. ദെൻ 2 stores. അതിനുശേഷം 2 സ്റ്റോറായി മാറി. വിത്ത് 11 people വർക്കിംഗ് ഫോർ മീ. അതിനകത്ത് 11 ആളുകൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി. നൗ ഹിയർ ഈസ് വേർ ഓൾഡ് ബാർലിക്കോൺ ഷോഡ് ഹിസ് ഹിഡൻ സ്ട്രെങ്ത്. ഇപ്പോഴാണ് ഓൾഡ് ബാർലിക്കോൺ എന്ന് വെച്ചാൽ പഴയ ബാർലിക്കോൺ എന്ന്, ജോൺ ബാർലിക്കോൺ എന്ന് പറയുന്നത് മദ്യത്തെയാണ് പറയുന്നത്. മദ്യം അവിടെ അവന്റെ അജ്ഞാത ശക്തി എനിക്ക് കാണിച്ചു തന്നു. ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ഇൻ ഓർഡർ ടു ഹാവ് എ പേയിങ് ബിസിനസ് ഐ ഹാഡ് ടു മേക്ക് ഫ്രണ്ട്സ്. അതായത് ഈ ബിസിനസ്സിലൂടെ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. നോട്ട് ദ കൈൻഡ് ഐ വാസ് യൂസ്ഡ് ടു. ഞാൻ പഴയ പോലത്തെ കൂട്ടുകാരെയല്ല, ബട്ട് ഓർഡിനറി സെയിൻ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. അതായത് സാധാരണക്കാരായ ഭയങ്കര ശക്തരായ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടുമുട്ടി. ഇൻ ഓർഡർ ടു ഡു ദിസ് ഐ ഷുഡ് നോട്ട് ഡ്രിങ്ക്, ബട്ട് ഐ ഫൗണ്ട് ദാറ്റ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ്. എനിക്ക് കുടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഇവരെ കണ്ടുമുട്ടാൻ. പക്ഷെ എനിക്ക് മദ്യം നിർത്താൻ കഴിഞ്ഞില്ല. ഐ വിൽ നെവർ ഫൊർഗോട്ട് ദ ഫസ്റ്റ് ടൈം ഐ റിയലൈസ്. ഞാൻ മറക്കുകയില്ല. ആദ്യമായിട്ട് ഞാൻ അത് തിരിച്ചറിഞ്ഞ സമയത്തെ പറ്റി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എവരി സാറ്റർഡേ, എല്ലാ ശനിയാഴ്ചയും മൈ വൈഫ് ആൻഡ് ഐ വുഡ് ഗോ ടു സം ടാവൺ. ഞാനും എൻ്റെ വൈഫും പുറത്തു പോകുമായിരുന്നു.
ഐ വുഡ് ടേക്ക് എ ബോട്ടിൽ ഓഫ് വൈൻ. ഞാനൊരു വൈൻ എടുത്തു, ജിൻ എടുത്തു, ഓർ ദ ലൈക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും. ആൻഡ് വി വുഡ് സ്പെൻഡ് ആൻ ഈവനിങ് ഡാൻസിങ്, ഡ്രിങ്കിങ്. അങ്ങനെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഡാൻസ് ചെയ്യുകയും ഡ്രിങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. ദിസ് വാസ് 14 years ago. ഇത് ഇപ്പോൾ ഈ എഴുതുമ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. ഐ വാസ് പ്രാക്ടിക്കലി എ പോയിനിയർ ഇൻ ദ റേഡിയോ ബിസിനസ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് റേഡിയോ ബിസിനസിന്റെ ഉപജ്ഞാതാവ്. ആൻഡ് ദാറ്റ് മസ്റ്റ് അക്കൗണ്ട് ഫോർ പീപ്പിൾ പുട്ടിങ് അപ്പ് വിത്ത് മീ ആസ് ദ ഡിഡ്. അതുകൊണ്ട് തന്നെ ആളുകൾ എന്നെ ആശ്രയിച്ചു, ഞാനും അങ്ങനെ ചെയ്തു. ഹവർ വിത്തിൻ 3 years ടൈം, 3 വർഷത്തിനുള്ളിൽ ഐ ഹാഡ് ലോസ്റ്റ് ബോത്ത് സ്റ്റോർസ്. ഞാൻ ഈ സ്റ്റോറുകൾ നഷ്ടപ്പെട്ടു. ഐ വോണ്ട് സേ എൻറ്റയർലി ഡ്യൂ ടു മൈ ഡ്രിങ്ക്. ഞാൻ ഒരിക്കലും പറയില്ല ഇത് പൂർണ്ണമായിട്ടും മദ്യം മൂലമാണെന്ന്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇഫ് ഐ ഹാഡ് ബീൻ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ്, ഞാൻ ശാരീരികവും മാനസികവുമായി നന്നായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് സർവൈവ്ഡ്. എനിക്ക് സർവൈവ് ചെയ്യാൻ കഴിയും. ആൻഡ് കെപ്റ്റ് എ സ്മോൾ ബിസിനസ് ഗോയിങ്. കുറഞ്ഞ ഒരു ചെറിയ ഒരു കച്ചവടമെങ്കിലും കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. നൗ ഫ്രം ദിസ് ടൈം അപ്പ് ടു അബൌട്ട് എ ഇയർ അഗോ, ഒരു വർഷക്കാലത്തിന് മുമ്പ് വരെ ഐ ഡ്രിഫ്റ്റഡ് ഫ്രം വൺ ജോബ് ടു അനദർ. ഞാൻ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഐ പെഡിൽ ബ്രഷസ്, അതായത് ഞാൻ പെയിന്റ് അടിക്കാൻ പോയി ഡിഡ് ഓഡ് ജോബ്സ്, സാധാരണക്കാർ ചെയ്യുന്ന ജോലികൾ, സച്ച് ആസ് പെയിന്റിങ് ആൻഡ് ഫൈനലി ഗോട്ട് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വെൽ നോൺ പിയാനോ കമ്പനി ആൻഡ് അസിസ്റ്റന്റ് സർവീസ് മാനേജർ. ഞാൻ ഒരു പിയാനോ കമ്പനിയിൽ അസിസ്റ്റന്റ് സർവീസ് മാനേജറായിട്ട് ജോലി ചെയ്തു. Then came the big crash of 1929 and this particular company abolished the radio department. 1929 സാമ്പത്തിക മാന്ദ്യം എന്നെയും ബാധിച്ചു. ഞങ്ങളുടെ ഈ പറയുന്ന റേഡിയോ ഡിപ്പാർട്ട്മെന്റ് കമ്പനി നിർത്തി. ഫോർ 2 years ഐ വർക്ക്ഡ് ഫോർ വൺ ഓഫ് മൈ ഓൾഡ് കോമ്പറ്റീറ്റേഴ്സ് ഹു ഓൺഡ് എ റേഡിയോ സ്റ്റോർ. അപ്പോൾ ഞാൻ പിന്നീട് പഴയ എൻ്റെ ഒരു റേഡിയോ സ്റ്റോറിലെ ആളുമായി 2 വർഷം വർക്ക് ചെയ്തു. ഹി പുട്ട് അപ്പ് വിത്ത് മൈ ഡ്രിങ്കിങ് അൻഡിൽ, അങ്ങനെ ഐ വാസ് സച്ച് എ ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ ആൻഡ് ഐ ഹാഡ് ടു ക്വിറ്റ്. അത് എന്നെ ഒരു കുറച്ചു കാലം കുടി നിർത്താൻ സഹായിച്ചു. എനിക്കൊരു ശാരീരിക ബ്രേക്ക് ഡൗൺ ഉണ്ടായതുകൊണ്ട് ഞാൻ കുടി നിർത്തേണ്ടി വന്നു. ഓൾ ദിസ് ടൈം മൈ ട്രബിൾസ് അറ്റ് ഹോം വെർ ഗെറ്റിംഗ് വേഴ്സ്. പക്ഷെ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടി വന്നു. മൈ ഹോൾ ഫാമിലി ബ്ലെയിംഡ് മൈ ഫെയിലിയർ ഓൺ ദ ആൽക്കഹോളിക്. അതായത് എൻ്റെ കുടുംബം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞാൻ കുടി മൂലമാണ് എനിക്ക് പരാജയം സംഭവിച്ചത്. ക്വസ്റ്റ്യൻ ആൻഡ് സോ ദ യൂഷ്വൽ ആർഗ്യുമെന്റ്സ്. എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സാധാരണ മറ്റുള്ള തർക്കങ്ങൾ തുടങ്ങി. വുഡ് സ്റ്റാർട്ട് ദ ഇൻസ്റ്റന്റ് ഐ കെയിം ഇൻ ദ ഹൗസ്. അതായത് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ തുടങ്ങും. ദിസ് നാച്ചുറലി മേഡ് മീ ഗോ ഔട്ട് ആൻഡ് ഡ്രിങ്ക് സം മോർ. ഇതെന്നെ പുറത്തേക്ക് പോകാനും കുടിക്കാനും പ്രേരിപ്പിച്ചു. ഇഫ് ഐ ഹാഡ് നോ മണി, എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഐ വുഡ് ബോറോ, ഞാൻ കടം മേടിക്കും. ബെഗ്, ഞാൻ യാചിക്കും. ഓർ ഈവൻ സ്റ്റീൽ ഇനഫ് ഫോർ എ ബോട്ടിൽ, ഞാൻ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് കളവ് നടത്താനും തുടങ്ങി, മോഷ്ടിക്കാൻ തുടങ്ങി. മൈ വൈഫ് ഫോർച്ചുനേറ്റ്ലി വെന്റ് ടു ബിസിനസ് വിച്ച് വാസ് അവർ ഓൺലി സാൽവേഷൻ. അതായത് എൻ്റെ വൈഫ് ബിസിനസ് ചെയ്യാനായി തുടങ്ങി. അതായിരുന്നു ഞങ്ങളുടെ പിടിച്ചു നിൽപ്പ്. അവർ ലിറ്റിൽ ബോയ് വാസ് 6 year old. എൻ്റെ മകന് 6 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആൻഡ് ഡ്യൂ ടു ദ ഫാക്ട് വി നീഡഡ് സം വൺ ടു കെയർ ഫോർ ഹിം. അതായത് ആരെങ്കിലും അവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഭാര്യ ജോലിക്ക് പോവും, ഞാൻ കുടിച്ചിറക്കുന്നു. ഡ്യൂറിങ് ദ ഡേ വി മൂവ്ഡ് ഇൻ വിത്ത് മൈ ഫാമിലി. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി കുടുംബ വീട്ടിലേക്ക് പോയി. നൗ ദ ട്രബിൾ ഡിഡ് സ്റ്റാർട്ട്. വീണ്ടും കുഴപ്പങ്ങൾ തുടങ്ങി. ബിക്കോസ് ഐ നോട്ട് ഓൺലി ഹാഡ് മൈ വൈഫ് ടു ഫേസ് എവറി ഈവനിങ്. ഇപ്പോൾ എൻ്റെ ഭാര്യയെ മാത്രം, അതായത് വീട്ടിലേക്ക് മൂവ് ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയെ മാത്രം കണ്ടു. ബട്ട് ദർ ഓഫ് ദ എൽഡേഴ്സ് ഓഫ് ദ ഫാമിലി, പല മുതിർന്നവരെയും കുടുംബത്തിലെ ആളുകളെ എനിക്ക് കാണേണ്ടി വന്നു. മൈ വൈഫ് ഡിഡ് എവറിഥിങ് ഫോർ മീ ഷീ പ്രോബബ്ലി കുഡ്. എൻ്റെ ഭാര്യ ആകട്ടെ അവൾക്ക് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മദ്യപാന മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഫസ്റ്റ് ഷീ ഗോട്ട് ഇൻ ടച്ച് വിത്ത് എ വെൽ നോൺ സൈക്കാട്രിസ്റ്റ്. അവൾ ആദ്യം ശ്രമിച്ചത് ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെടാനാണ്. ആൻഡ് ഐ വെന്റ് ഫെയ്ത്ത്ഫുള്ളി ടു ഹിം ഫോർ എ ഫ്യൂ മന്ത്സ്. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് മാസങ്ങൾ പോയി. ദിസ് പർട്ടിക്കുലർ ഡോക്ടർ ആർ സച്ച് എ നെർവസ് ഇൻഡിവിജ്വൽ. ഐ തോട്ട് ഹി ഹാഡ് ദ സെന്റ് വെറ്റസ് ഡാൻസ് ആൻഡ് ഐ റിയലി തോട്ട് ഹി നീഡഡ് സം കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് മോർ ദാൻ ഐ ഡിഡ്. അതായത് ഈ സൈക്കാട്രിസ്റ്റ് എന്തോ പ്രശ്നം, നെർവസ് ഇൻഡിവിജ്വൽ, അതായത് ഞരമ്പിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഒരു സെന്റ് വിക്ടൂസ് ഡാൻസിന് അവൻ ഡാൻസ് കളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവൻ എന്തോ ട്രീറ്റ്മെന്റ്, അവന് ചികിത്സ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഹി അഡ്വൈസ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ഫ്രം 3 months to a year. അതായത് അവൻ എന്നോട് പറഞ്ഞു 3 മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും നീ ഇങ്ങനെയുള്ള ആശുപത്രി ചികിത്സ ആവശ്യമുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. വെൽ, ശരി, ദിസ് വാസ് ഓൾ ഔട്ട് ഓഫ് ഓർഡർ. എല്ലാം
താറുമാറായി. ആസ് ഫാർ ആസ് ഐ വാസ് കൺസേൺഡ്, ഞാൻ പരിഗണിക്കുന്നതിനപ്പുറം താറുമാറായി. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഐ ഹാഡ് ആൻ ഐഡിയ ദാറ്റ് മൈ വൈഫ് വാണ്ടഡ് ടു പുട്ട് മീ അവേ ഇൻ എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് എൻ്റെ ഭാര്യയ്ക്ക് ഒരാശയം വന്നു, എന്നെ ഒരു സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം. വേർ മേ ബി ഐ വുഡ് ബി സ്റ്റക്ക് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആ ആശുപത്രിയിൽ വേണമെങ്കിൽ എന്നോട്, അതായത് ഇപ്പൊ ഈ സാനിറ്റോറിയം പോലെയുള്ള സ്ഥലത്ത് എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കി കഴിഞ്ഞാൽ എന്റെ ശിഷ്ട ജീവിതകാലം ഞാൻ അവിടെ കഴിയട്ടെ എന്നാണ് അവൾ പറയുന്നത്. ഇൻ ദ സെക്കൻഡ് പ്ലേസ് ഐ വാണ്ടഡ് ടു ഗോ, അതായത് രണ്ടാമത്തെ സ്ഥലമാണ് ഞാൻ പോകേണ്ടത്. ഇഫ് എനിവേർ ടു എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് വാസ് ഫോർ ബിയോണ്ട് അവർ ഫിനാൻഷ്യൽ മീൻസ്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ പോയി അഡ്മിറ്റ് ആകണം. അത് പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ കൊണ്ട് പോകാൻ സാധിച്ചില്ല. ഇൻ ദ തേർഡ് പ്ലേസ്, മൂന്നാമത്തെ സ്ഥലം അവൾ എനിക്ക് ശുപാർശ ചെയ്തത്, ഐ ന്യൂ ദാറ്റ് ദാറ്റ് വുഡ് ബി നോ ക്യൂർ, ഒരിക്കലും എനിക്ക് സുഖപ്പെടാൻ പറ്റാത്ത സ്ഥലമാണ്. ബിക്കോസ് ഐ റീസൺഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ലൈക്ക് ടേക്കിംഗ് കാൻഡി ഔട്ട് ഓഫ് എ യങ് ചൈൽഡ്സ് റീച്ച്. അതായത് കൊച്ചുകുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന സ്ഥലം പോലെയാണ്. ദ ഇൻസ്റ്റന്റ് ഐ വുഡ് കം ഔട്ട് എ ഫ്രീ മാൻ ഐ വുഡ് ഗോ റൈറ്റ് ബാക്ക് ടു ഓൾഡ് ആൽക്കി അഗെയിൻ. അതായത് ഞാൻ അവിടെ ആ മൂന്നാമത്തെ സ്ഥലം, അവൾ പറഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ക്യാൻഡി കിട്ടുന്നത് പോലെ ഞാൻ വീണ്ടും കുടിക്കാൻ പോകും. അതായത് റൈറ്റ് ബാക്ക് ടു ഓൾഡ് ആൽക്കി അഗൈൻ, ഞാൻ ആ പഴയ കുടിയായിട്ട് തുറന്നു പോകും. ഇൻ ദിസ് വൺ തിങ് ഐ ഫൗണ്ട് ഔട്ട് ലേറ്റർ ഐ വാസ് പെർഫെക്റ്റ്ലി റൈറ്റ്. ഇത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം വളരെ നല്ലതാണെന്ന് ഞാൻ ചിന്തിച്ചു. വാട്ട് ഐ തോട്ട് ആൻഡ് വാണ്ടഡ് ടു അറ്റ് ദ ടൈം വാസ് നോട്ട് ടു വാണ്ട് ടു ടേക്ക് എ ഡ്രിങ്ക്. അതായത് എനിക്ക് എങ്ങനെയാണ് ഒരു കുടിയിലേക്ക് പോകാത്ത തരത്തിൽ ഈ ആവശ്യം നിറവേറ്റേണ്ടത്. ദിസ് ഫ്രേസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇൻ മൈ സ്റ്റോറി. അതായത് നോട്ട് ടു വാണ്ട് ടു ടേക്ക് എ ഡ്രിങ്ക്. അതായത് എനിക്ക് ആദ്യത്തെ കുടി എടുക്കാൻ കഴിയാത്ത രീതിയിൽ എവിടെയാണ് ഞാൻ പോകേണ്ടതെന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക്. ഐ ന്യൂ ദിസ് കുഡ് ഓൺലി ബി ഡൺ ബൈ മൈസെൽഫ്. എനിക്കറിയാം ഇത് കുടി നിർത്തുക എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ബട്ട് ഹൗ ഐ കംപ്ലീഷ് ഇറ്റ്, എനിക്ക് എങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും? വെൽ, ദിസ് വാസ് ദ മെയിൻ ക്വസ്റ്റ്യൻ. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ പോയിന്റ് വാസ് ഓൾവേസ് വാട്ട് ദാറ്റ് വെൻ ഐ ഡിഡ് ഡ്രിങ്ക്, അതായത് ഞാൻ എപ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ടോ, ഐ വാണ്ടഡ് ഓൾ ദ ടൈം നോട്ട് ടു ആൻഡ് ദാറ്റ് അലോൺ വാസന്റ് എനഫ്. അതായത് ഒരിക്കലും കുടിക്കട്ടാന്ന് ഞാൻ വിചാരിക്കുമ്പോഴും ഞാൻ കുടിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ആ ഒരു കുടി മാത്രമല്ല, ഞാൻ എപ്പൊക്കെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് അലോൺ വാസന്റ് എനഫ്. അതായത് ഒരു കുടി മാത്രം എനിക്ക് തൃപ്തി ഇടയുന്നില്ല. അറ്റ് ദ ടൈം ഐ ഫെൽറ്റ് ലൈക്ക് എ ഡ്രിങ്ക്. അതായത് ഞാൻ പിടിക്കാൻ തോന്നുമ്പോൾ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് അറ്റ് ഓൾ. എനിക്ക് കുടിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല. എനിക്ക് കുടിക്കാൻ തോന്നുമ്പോൾ എനിക്ക് കുടിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ബട്ട് ഐ ഹാഡ് ടു ഇറ്റ് സീമഡേ. പക്ഷെ ഞാൻ കുടിച്ചു പോകുന്നു. അങ്ങനെയാണ് അത് കാണപ്പെട്ടത്. സോ ഇഫ് യു ക്യാൻ ഗ്രാസ്പ് ദാറ്റ് ഐ മീൻ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഐ വിഷ് ഐ വുഡ് നോട്ട് വാണ്ട് ദാറ്റ് ഡ്രിങ്ക്. അതായത് ഞാൻ കുടിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഐ എം നട്ട്സ് ആൻഡ് ഓർ ഡു യു ഗെറ്റ് മീ? അതായത് ഞാൻ ഒരു ഭ്രാന്തനല്ലേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ടു ഗെറ്റ് ബാക്ക് ടു ദി ഡോക്ടർ, ഞാൻ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഇഫ് എനിത്തിങ് ദിസ് വിസിറ്റ്സ് മേഡ് മീ വേഴ്സ് ആൻഡ് വേഴ്സ് അറ്റ് ഓൾ. എവരി വൺ ടോൾഡ് മീ ഐ വാണ്ടഡ് ടു ഡ്രിങ്ക് ആൻഡ് ദാറ്റ് വാസ് ഓൾ ദർ വാസ് ടു ദാറ്റ്. അതായത് ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുമോ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യമാണോ പിന്നെ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും എന്നോട് പറഞ്ഞു അവന് കുടി മാത്രം മതി. ആഫ്റ്റർ ഗോയിങ് ടു ആസ് മെനി ആസ് 6 or 8 അതർ ഡോക്ടേഴ്സ്, ഞാൻ 6 or 8 മറ്റ് പല ഡോക്ടർമാരെയും സന്ദർശിച്ചു. സം ഓഫ് മൈ ഓൺ ഫ്രണ്ട്സ് അഡ്വൈസ്ഡ് മൈ വൈഫ്. ചിലത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ്, ചിലർ എൻ്റെ വൈഫ് പറഞ്ഞാണ്. അവളുടെ പ്ലാൻ അനുസരിച്ചാണ്. ഫോർ ദ ഫ്യൂച്ചർ ആസ് ഐ വാസ് ഹോപ്പ്ലെസ് കേസ്. അതായത് ഞാൻ പ്രതീക്ഷാരഹിതമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഹാഡ് നോ ബാക്ക് ബോൺ, എനിക്ക് നട്ടലില്ലെന്ന് അവൾ പറഞ്ഞു. നോ വിൽ പവർ, എനിക്ക് ഇച്ഛാശക്തിയില്ല. ആൻഡ് വുഡ് എൻഡ് അപ്പ് ഇൻ ദ ഗട്ടർ, ഞാൻ ഒരു കുഴിയിൽ കിടക്കുമെന്ന് പറഞ്ഞു. വെൽ, ഹിയർ ഐ വാസ് എ മാൻ വിച്ച് മച്ച് എബിലിറ്റി, എനിക്ക് നല്ല കഴിവുള്ള ആളാണ്. ഞാനൊരു വയലിനിസ്റ്റ് ആണ്, ഒരു റേഡിയോ എഞ്ചിനീയർ ആണ്, എ ബാലറ്റ് മാസ്റ്റർ ആണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ടുക്ക് അപ്പ് ഹെയർ ഡ്രസ്സിംഗ്, ഞാൻ ചില സമയങ്ങളിൽ ഹെയർ ഡ്രസ്സിങ്ങിനായിട്ട് പോകാറുണ്ട്. സോ ദാറ്റ് ആഡഡ് വൺ മോർ അറ്റ് ദി ലിസ്റ്റ്, അതും അങ്ങനെ ആ ലിസ്റ്റ് ചേർക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഇത്രയും ജോലി അറിയാം. ക്യാൻ യു ബീറ്റ് മീ? ആർക്കെങ്കിലും എന്നെ തകർക്കാൻ കഴിയുമോ? എന്നോട് മത്സരിക്കാൻ കഴിയുമോ? ഐ ന്യൂ ദർ മസ്റ്റ് ബി സം വേ ഔട്ട് ഓഫ് ഓൾ ദിസ് മെസ്. അതായത് എനിക്കറിയാം ഈ പറയുന്ന മെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ നാശത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കേണ്ടത്. എവരി വൺ ടോൾഡ് മീ ടു സ്റ്റോപ്പ് മൈ ഡ്രിങ്കിങ്. എല്ലാവരും എന്നോട് പറയുന്നത് നീ കുടി നിർത്തണമെന്നാണ്. ബട്ട് നൺ കുഡ് ടെൽ മീ ഹൗ. ആരും എന്നോട് എങ്ങനെയാണ് കുടി നിർത്തേണ്ടതെന്ന് പറഞ്ഞില്ല.
അൻറ്റിൽ ഐ മെറ്റ് എ ഫ്രണ്ട്, ഞാനൊരു കൂട്ടുകാരനെ കണ്ടെത്തി. ആൻഡ് ബിലീവ് മീ, ഹി ടേൺഡ് ഔട്ട് ടു ബി എ ട്രൂ ഫ്രണ്ട്. അയാൾ എന്നോട് നല്ല കൂട്ടുകാരനായി മാറി. സംതിങ് ഐ നെവർ ഹാഡ് അൻറ്റിൽ ദിസ് പാസ്റ്റ് ഇയർ. അതായത് ഈ മുൻകാലങ്ങളിൽ എനിക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു കൂട്ടുകാരൻ. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ആഫ്റ്റർ വൺ ഓഫ് മൈ എസ്കേപ്പേഴ്സ്, അതായത് നിരന്തരമായ കുടിക്ക് ശേഷം, മൈ വൈഫ് ഇൻഫോം മീ, എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഐ വാസ് ടു ഗോ വിത്ത് ഹെർ ടു എ പബ്ലിക് ഹോസ്പിറ്റൽ, അതായത് ഒരു പൊതു ആശുപത്രിയിൽ നീ എന്നോടൊപ്പം വരണം. ഓർ ഷീ വുഡ് പാക്കപ്പ് ആൻഡ് ലീവ് വിത്ത് അവർ ബോയ്, അല്ലെങ്കിൽ അവളുടെ പൊതിക്കെട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആൺകുട്ടിയുമായിട്ട് എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറഞ്ഞു. മൈ ഫാദർ ബീങ് എ ഫിസിഷ്യൻ ഫോർ 40 years, എൻ്റെ അച്ഛൻ 40 വർഷക്കാലമായിട്ട് ഒരു ഫിസിഷ്യനാണ്. പുട്ട് മീ ഇൻ എ പ്രൈവറ്റ് ന്യൂയോർക്ക് ഹോസ്പിറ്റൽ, എന്നെ ഒരു സ്വകാര്യ ന്യൂയോർക്ക് ഹോസ്പിറ്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഐ വാസ് ദർ 10 days, 10 ദിവസം ഞാൻ അവിടെ കിടന്നു. ആൻഡ് വാസ് പുട്ട് ഇൻ ഫിസിക്കൽ ഷേപ്പ്, ഞാനൊരു ശാരീരികമായ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആൻഡ് അബവ് എവറിഥിങ് എൽസ് പുട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ടു റിക്കവറി ആൻഡ് ഹാപ്പിനെസ്, ഞാൻ മോചനത്തിന്റെ യഥാർത്ഥ പാത കണ്ടെത്തി, സന്തോഷവും കണ്ടെത്തി. മൈ ഫ്രണ്ട് ഫസ്റ്റ് ആസ്ക്ഡ് മീ, എന്റെ കൂട്ടുകാരൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇഫ് ഐ റിയലി വാണ്ടഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, നിനക്ക് യഥാർത്ഥമായി കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ആൻഡ് ഇഫ് ഐ ഡിഡ്, നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, വുഡ് ഐ ഡു എനിത്തിങ് നോ മാറ്റർ വാട്ട് ഇറ്റ് വാസ് ഇൻ ഓർഡർ ടു, അതായത് നീ എന്ത് ചെയ്യാനും തയ്യാറാണോ, അതെന്ത് കാര്യമാണേലും നീ ചെയ്യാൻ തയ്യാറാണോ? ഐ ന്യൂ ദർ വാസ് ഓൺലി വൺ തിങ് ലെഫ്റ്റ്, എനിക്കറിയാം ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ടു ഡു ഇഫ് ഐ വിഷ്ഡ് ടു ലൈവ്, ജീവിക്കാൻ വേണ്ടി എനിക്കത് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നോട്ട് എൻ്റർ ആൻ ഇൻസെയിൻ അസൈലം, അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ പൂട്ടിയിടുന്ന അസൈലത്തിൽ ഞാൻ എന്നെ കൊണ്ടാക്കും. വേർ ഐ ന്യൂ ഐ വുഡ് ഇവഞ്ച്വലി വൈൻഡ് അപ്പ്, അവിടെയാണ് എന്നെ എന്നെ വരിഞ്ഞു മുറുക്കി എന്നെ അവിടെ കൊണ്ടിടാൻ സാധ്യതയുണ്ട്. മേക്കിംഗ് അപ്പ് മൈ മൈൻഡ് ദാറ്റ് ഐ വുഡ്, ഹി സെഡ് ഫൈൻ, അതായത് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു ഫൈൻ, ശരിയാണ്. ആൻഡ് വെൻ ടു എക്സ്പ്ലെയിൻ ദ സിമ്പിൾ സ്റ്റെപ്സ് ടു ടേക്ക്, അതായത് ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നോട് ഈ സ്റ്റെപ്പിനെ പറ്റി പറയാം, വിവരിച്ചതാ. ആഫ്റ്റർ സ്പെൻഡിങ് ആൻ അവർ ഓർ ടു വിത്ത് മീ, അതായത് 1-2 മണിക്കൂർ എന്നോടൊപ്പം അവൻ ചെലവഴിച്ചു. ദാറ്റ് ഡേ, ആ ദിവസം. ഹി റിട്ടേൺ 2 days later, 2 ദിവസത്തിന് ശേഷം അവൻ വന്നു. ആൻഡ് വെന്റ് ഇൻ ടു ദ സബ്ജക്ട് മോർ തറോലി, ഓരോ വിഷയത്തിലും അവൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി കടന്നുപോയി. ഹി എക്സ്പ്ലെയിൻഡ് ഹി ഹാഡ് ബീൻ ഇൻ ദ സെയിം ഹോസ്പിറ്റൽ, അയാൾ എന്നോട് പറഞ്ഞു അവൻ ഈ ആശുപത്രിയിൽ മുൻപ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. വിത്ത് ദ സെയിം മാലഡി, ഇതേ പ്രശ്നത്തിന്. ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ദി സ്റ്റെപ്സ്, ഈ സ്റ്റെപ്പുകൾ എടുത്തതിന് ശേഷം, ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ്, അതായത് ആശുപത്രിയിൽ നിന്ന് പുറത്തായതിനു ശേഷം അല്ലെങ്കിൽ ഡിസ്ചാർജ് മേടിച്ചതിന് ശേഷം അവൻ ഈ സ്റ്റെപ്പ് എടുത്തു. ഹാഡ് നോട്ട് ടേക്കൺ എ ഡ്രിങ്ക് ഇൻ 3 years, 3 വർഷക്കാലമായി അവൻ പിന്നീട് കുടിച്ചിട്ടില്ല. ആൻഡ് ഓൾസോ ദർ വർ അബൌട്ട് 60 others ദാറ്റ് ഹാഡ് ദി സെയിം എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശുപത്രിക്ക് പുറത്ത് ഏകദേശം 60 ആളുകളുണ്ട് ഇതേ ഒരേ അനുഭവമുള്ള ആളുകൾ. ഓൾ ദീസ് ഫെലോസ് ഗോട്ട് ടുഗദർ ഓൺ സൺഡേ ഈവനിങ്, അങ്ങനെ ഇവരെല്ലാവരും കൂടി ഞായറാഴ്ച വൈകുന്നേരം ഒരു സ്ഥലത്ത് ഒത്തുചേരും. ആൻഡ് ബ്രോട്ട് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരെ അവർ കൊണ്ടുവരും. ആൻഡ് എവരിബഡി സ്പെൻഡ് എ വെരി പ്ലസന്റ് ടൈം ടുഗദർ, അവരെല്ലാവരും കൂടി വളരെ നല്ല നിമിഷങ്ങൾ അവിടെ കഴിഞ്ഞുകൂടും. വെൽ, ശരി. ആഫ്റ്റർ ഐ മെറ്റ് ഓൾ ദീസ് പീപ്പിൾ, ഞാൻ എല്ലാ ആളുകളെയും കണ്ടുമുട്ടി. ഐ വാസ് മോർ ദാൻ സർപ്രൈസ്ഡ്, ഞാൻ അത്ഭുതത്തെക്കാൾ ഉപരിയായി. ടു ഫൈൻഡ് എ വെരി ഇൻട്രസ്റ്റിംഗ്, എനിക്ക് വലിയ താല്പര്യം തോന്നി. സോഷ്യബിൾ, സാമൂഹിക ചുറ്റുപാടുള്ള, ആൻഡ് ഫ്രണ്ട്ലി ക്രൗഡ്, നല്ല സുഹൃത്തുക്കളുടെ കൂട്ടം. ദേ സീംഡ് ടു ടേക്ക് മോർ ഇൻട്രസ്റ്റ് ഇൻ മീ, അവർ എന്നിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. ദെൻ ഓൾ ഓഫ് മൈ ഓൾഡ് ഫ്രട്ടർണിറ്റി ബ്രദേഴ്സ് ഓർ ബ്രോഡ്വേ പാൽസ് ഹാഡ് എവർ ഡൺ, അതായത് അവര് മുൻകാല സഹോദരന്മാരാണ്, എൻ്റെ അതേ സ്വഭാവത്തിൽ അതേ പ്രവൃത്തികൾ ചെയ്ത ആളുകൾ. ദർ വെർ നോ ഡ്യൂസ് ഓർ എക്സ്പെൻസ് വാട്ട് എവർ, അതായത് ആ കമ്പനിയിൽ പോകുന്നതിന് എനിക്ക് യാതൊരുവിധ ഫീസ് ഇല്ല, ഡ്യൂസ് ഇല്ല, എനിക്ക് യാതൊരു ചെലവുമില്ല. ഐ വെന്റ് അലോങ് ഫോർ അബൌട്ട് 14 weeks, ഞാൻ 14 ആഴ്ചകൾ അവിടെ പോയി. പാർട്ട്ലി കീപ്പിംഗ് ദിസ് ഐഡിയാസ് ആൻഡ് സോ വൺ. ഞാൻ ഇവർ പറഞ്ഞു തന്ന ആശയം പകുതി സ്വീകരിച്ചു. ഒരു ദിവസം വൈകുന്നേരം, ഐ തോട്ട് ഇറ്റ് വുഡ് ഡു സോ നോ ഹാം, അതായത് ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ചിന്തിച്ചു, ഇതെനിക്ക് ഒരു കുഴപ്പവും വരുത്തിയില്ല. ടു ടേക്ക് എ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് നോ മോർ, കുറച്ച് മദ്യം എടുക്കാം, കൂടുതലൊന്നും വേണ്ട, കുറച്ച്. സേയിങ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഐ ഹാവ് ദീസ് തിങ്സ് ഇൻ ഹാൻഡ് നൗ, ഐ ക്യാൻ ബി എ മോഡറേറ്റ് ഡ്രിങ്കർ, അതായത്
ഇതിപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എനിക്കൊരു മോഡറേറ്റ് ഡ്രിങ്കറെ പോലെ കുടിക്കാൻ കഴിയും. ഹിയർ ഐ മേഡ് എ ഫാറ്റൽ മിസ്റ്റേക്ക്. ഇവിടെ ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു. ആഫ്റ്റർ ഓൾ മൈ പാസ്റ്റ് എക്സ്പീരിയൻസ്, എന്റെ മുൻകാല എല്ലാ അനുഭവങ്ങളും, അഗൈൻ ഐ തോട്ട് ഐ കുഡ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ. എന്റെ മുൻകാല എല്ലാ അനുഭവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്, എനിക്ക് ഇപ്പോഴും ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓൺലി ടു ഫൈൻഡ് ഔട്ട് 1 week ലേറ്റർ ഇറ്റ് വാസ് ദ സെയിം ഓൾഡ് തിങ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മാത്രമേ എനിക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ടോ? ഒരാഴ്ച എനിക്ക് കുടിച്ചു നിയന്ത്രിച്ചു കുടിക്കാൻ സാധിക്കും. ഇറ്റ് വാസ് ദ സെയിം ഓൾഡ് തിങ്. പക്ഷെ അങ്ങനെ നിയന്ത്രിച്ചു കുടിക്കുന്ന എനിക്ക് അതേപോലെ പഴയ പോലെ തന്നെ വീണ്ടും വീണ്ടും കൂടുതൽ കുടിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നു. ഐ റിപ്പീറ്റഡ് ദ സെയിം തിങ്. ഞാൻ വീണ്ടും വീണ്ടും അതേ കാര്യം ആവർത്തിച്ചു. ഓവർ അഗെയിൻ ആൻഡ് അനദർ വീക്ക് അഗെയിൻ. വീണ്ടും ഞാൻ കുടിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഫൈനലി അവസാനം ഐ വാസ് ബാക്ക് അറ്റ് ദ ഹോസ്പിറ്റൽ. ഞാൻ ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ആയി. ഓൾദോ ഐ വെന്റ് അണ്ടർ പ്രൊട്ടസ്റ്റ്. എനിക്ക് ചില വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നു. പോകണ്ട എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പോയി. മൈ വൈഫ് ഹാഡ് എക്സ്പെക്ടഡ് ടു ടേക്ക് 2 weeks വെക്കേഷൻ ഇൻ ദ കൺട്രി വിത്ത് മീ. അങ്ങനെ അവള് 2 ആഴ്ചത്തെ വെക്കേഷൻ എനിക്ക് വേണ്ടി എടുത്തു, എന്റെ കൂടെ നിന്നു. ബട്ട് ഇൻസ്റ്റഡ് ഹാഡ് ടു യൂസ് ദിസ് മണി ഫോർ ദ ഹോസ്പിറ്റൽ സ്പെൻഡ്. എന്റെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി അവള് പണം യൂസ് ചെയ്യും ആശുപത്രിയിലെ എക്സ്പെൻസിന് വേണ്ടി. ഡ്യൂറിങ് മൈ 1 week സ്റ്റേ ഐ ഹെൽഡ് ദിസ് ആസ് എ ഗ്രഡ്ജ് അഗേൻസ്റ്റ് ഹിയർ. എനിക്ക് അവളോട് വളരെയധികം എതിർപ്പ് തോന്നി. ദ റിസൾട്ട് വാസ് ഐ ഗോട്ട് ഡ്രങ്ക് 3 days ആഫ്റ്റർ ഐ വാസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അവളോട് എനിക്ക് ദേഷ്യം തോന്നിയതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ വീണ്ടും 3 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും കുടിച്ചു. ആൻഡ് ഷീ ലെഫ്റ്റ് മീ ഫോർ 2 weeks. അവൾ എന്നെ 2 ആഴ്ചത്തേക്ക് ഉപേക്ഷിച്ചു പോയി. ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് ടൈം ഐ ഡ്രാങ്ക് ഹെവിലി. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയ സമയത്ത് ഞാൻ ഒരുപാട് വലിയ തോതിൽ കുടിച്ചു. ബീയിങ് അപ്സെറ്റ് നോട്ട് ഓൺലി ഓവർ ഹെർ ആബ്സെൻസ്. എന്നെ നിരാശപ്പെടുത്തിയത് അവളുടെ സാന്നിധ്യമില്ലായ്മയല്ല, ബട്ട് പെർഫെക്റ്റ്ലി അറ്റ് സീ ഹൗ ഐ കുഡ് എവർ ഗെറ്റ് ബാക്ക് ഓൺ മൈ ഫീറ്റ് ആൻഡ് മേക്ക് എ ന്യൂ സ്റ്റാർട്ട് അഗൈൻ. നോക്കൂ, എന്റെ കാലുകളിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു പുതിയ തുടക്കം, വീണ്ടും കുടിച്ചതുകൊണ്ട് എനിക്കൊരു പുതിയ തുടക്കം തുടങ്ങാൻ സാധിക്കുന്നില്ല. ദർ വാസ് നോ മിസ്റ്റേക്ക് അബൌട്ട് ഇറ്റ്. ഇതിനകത്തൊരു തെറ്റുമില്ല. ദർ വാസ് സംതിങ് ദാറ്റ് ഐ ഫെയിൽഡ് ടു ഡു ഇൻ ദോസ് സിമ്പിൾ സ്റ്റെപ്സ്. അതായത് അവർ പറഞ്ഞു തന്ന ആ പടികളിലെ പറ്റി, ലളിതമായ പടികള് ഞാൻ ചെയ്യാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി. സോ ഐ കെയർഫുള്ളി വെന്റ് ഓവർ ഈച്ച് ഡേ. ഞാൻ ഓരോ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി പോയി. ആസ് ബെസ്റ്റ് ഐ കുഡ് സിൻസ് മൈ ഫസ്റ്റ് ഡ്രിങ്ക് ആഫ്റ്റർ ദ 14 weeks ഓഫ് സോബറേറ്റി. 14 ആഴ്ചകള് ശേഷം ഞാൻ ആദ്യത്തെ കുടിക്ക് ശേഷം ഞാൻ 14 ആഴ്ചകളിൽ ഇപ്പൊ സുബോധാവസ്ഥയിലാണ്. ആൻഡ് ഫൗണ്ട് ഐ ഹാഡ് ക്വൈറ്റ് എ ഫ്യൂ ഓഫ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഐ ഷുഡ് ഡു ഇൻ ഓർഡർ ടു കീപ് സോബർ. അതായത് എന്റെ സുബോധാവസ്ഥയെ നിലനിർത്താൻ അവർ പറഞ്ഞു തന്ന ആ പടികളിൽ ഞാൻ ഉറച്ചു നിന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ സ്ലിപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കുടിയെടുത്തത്. സെറ്റൻലി ഐ വാസ് ഡൗൺ നൗ. ഇപ്പോൾ ഞാൻ ഏറ്റവും താഴത്തേക്ക് വീണ്. അഷേംഡ് ടു ഫേസ് മൈ ന്യൂ ഫ്രണ്ട്സ്. ഞാൻ എന്റെ പുതിയ കൂട്ടുകാരെ കാണാനായിട്ട്, അല്ലെങ്കിൽ മീറ്റിംഗിലെ അംഗങ്ങളെ കാണാനായിട്ട് എനിക്ക് നാണക്കേടുണ്ടായി. മൈ ഓൺ ഫാമിലി ഗിവ് മീ അപ്പ് എ ലോസ്റ്റ് ആൻഡ് എവരി വൺ സേയിങ് ദ സിസ്റ്റം ഡിഡിന്റ് വർക്ക് ഡിഡ് ഇറ്റ്. അങ്ങനെ ഫാമിലി എന്നെ വിട്ടുപോയി. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അല്ലേ. ദിസ് ലാസ്റ്റ് റിമാർക്ക് വാസ് മോർ ദാൻ ടു മച്ച് ഫോർ മീ. എനിക്ക് ഈ പറയുന്ന ആളുകൾ പറഞ്ഞത് എനിക്ക് വലിയ കാര്യമായി. വൈ ഷുഡ് ദിസ് ഫോളോഷിപ്പ് ഹാർഡ് വർക്കിംഗ് ഫെലോസ് ബി ജിയോ പാർട്ടീസ് ബൈ മീ. എന്തുകൊണ്ടാണ് ഈ ഫെലോഷിപ്പും അതിലെ ആളുകളും, അതികഠിനമായി പ്രവർത്തിക്കുന്ന ആളുകളും എനിക്ക് എനിക്ക് അനുയോജ്യമായി മാറാത്തത്? ഇറ്റ് വർക്ക്ഡ് ഫോർ ദം. ഇത് അവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, അത് കാരണത്താൽ നോട്ട് വൺ ഹു ഹാസ് കെപ്റ്റ് ഫെയ്ത്ത്ഫുള്ളി ടു ഇറ്റ് ഹാസ് എവർ സ്ലിപ്ഡ്. അതുകൊണ്ട് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ, വിശ്വാസപൂർവ്വം ഈ പ്രോഗ്രാം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരൊരിക്കലും സ്ലിപ്പ് ആകുന്നില്ല. പക്ഷെ എനിക്കെന്തുകൊണ്ടാണ് ഇതൊരു ജിയോപാഡി ആവുന്നത്, കുഴപ്പമായി തീരുന്നത്? വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ആഫ്റ്റർ എ സ്ലീപ്ലെസ് നൈറ്റ്, ഒരുപാട് ഉറക്കം കിട്ടാത്ത ഒരു രാത്രിക്ക് ശേഷം, വറിയിങ് ഓവർ, ഞാൻ വളരെ സങ്കടപ്പെട്ടു. വാട്ട് ഐ കുഡ് ഡു ടു സ്ട്രൈറ്റൻ മൈസെൽഫ്. എന്നെ നേരെയാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്ട്രൈറ്റ് മൈസെൽഫ് ഔട്ട്, ഐ വെന്റ് ടു മൈ റൂം അലോൺ. ഞാൻ എന്റെ റൂമിൽ തന്നെ ഇരുന്നു. ടുക്ക് മൈ ബൈബിൾ, ഞാൻ എന്റെ ബൈബിൾ എടുത്തു. ഇൻ ഹാൻഡ് ആൻഡ് ആസ്ക്ഡ് ഹിം, ഞാൻ അവനോട് ചോദിച്ചു, ദ വൺ പവർ, ഒരു ശക്തി എനിക്ക് തരണം.
that I might open to a good place to read, and I read. ഞാനൊരു നല്ലൊരു സ്ഥലം വായിക്കാനായിട്ട് എടുത്തു, ഞാനത് വായിച്ചു. ഫോർ ഐ ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ഗോഡ് ആഫ്റ്റർ ദ ഇൻവാർഡ്മെന്റ്. ഞാൻ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാനായി ശ്രമിച്ചു. ബട്ട് ഐ സീ എ ഡിഫറെന്റ് ലോ ഇൻ മൈ മെമ്പേഴ്സ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ അത് വ്യത്യസ്തമായ ഒരു നിയമം അവർ പാലിക്കുന്നതായി കണ്ടു. വാറിങ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് മൈ മൈൻഡ്, അതായത് എൻ്റെ മനസ്സിന്റെ നിയമമല്ല, ആൻഡ് ബ്രിങ്ങിങ് മീ ഇൻ ടു കപ്പാസിറ്റി അണ്ടർ ദ ലോ ഓഫ് സിൻ വിച്ച് ഈസ് ഇൻ മൈ മെമ്പേഴ്സ്. അതായത് എൻ്റെ കൂട്ടുകാരുടെ നിയമം അത് ഞാൻ നല്ല രീതിയിൽ സ്വീകരിക്കാൻ തുടങ്ങി. റിച്ചഡ് മെൻ ദാറ്റ് ഐ ആം, എന്തൊരു തകർക്കപ്പെട്ട മനുഷ്യനാണ്. ഹു ഷാൾ ഡെലിവർ മീ ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദിസ് ഡെത്ത്, മരണത്തിൽ നിന്ന് എൻ്റെ ഈ ശരീരത്തെ എങ്ങനെ രക്ഷിക്കാനാവും. ദാറ്റ് വാസ് ഇനഫ് ഫോർ മീ, എനിക്കത് മാത്രം മതിയായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഹിയർ വെയർ ദ വേർഡ്സ് ഓഫ് പോൾ, എ ഗ്രേറ്റ് ടീച്ചർ. ഇവിടെയാണ് പോള് നല്ലൊരു ടീച്ചറായി മാറിയത്. വെൻ ദെൻ ഐ ഹാർഡ് സ്ലിപ്ഡ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണത് എനിക്ക് മനസ്സിലായി. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ ഐ ഗേവ് ആൻഡ് സ്റ്റിൽ ഗേവ് ആൻഡ് ഓൾവേസ് വിൽ, ഞാൻ എൻ്റെ ഇച്ഛാശക്തിയെ പൂർണ്ണമായും വിട്ടുകൊടുത്തു. ടൈം എവറി ഡേ ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ലെറ്റ് ഹിം ഡു ഓൾ ദ കെയറിങ്. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വാക്കുകൾ എല്ലാ ദിവസവും വായിക്കാനും അത് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങി. ഹു ഐ എം ട്രൈ ടു റൺ മൈസെൽഫ് അബൌട്ട് മൈ എനി വൺ എൽസ്, അതായത് എൻ്റെ ജീവിതം who am I try to run myself on or anyone else. ഞാൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ നയിക്കാൻ തുടങ്ങുകയാണോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കുകയാണോ? അപ്പോൾ ഒരു ഹയർ പവറിനെ സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം അവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അടുത്ത ഇത് വായിക്കുന്നത് എ ക്ലോസ് ഷേവ് എന്ന് പറയുന്ന കഥയാണ്. ഒരു സെക്കൻഡ്. ക്ലോസ് ഷേവ് എന്ന് പറയുന്നത് ഹെൻറി ജെ സെഡ് എന്ന് പറയുന്ന ഒഹായോയിലെ ഒരു അംഗത്തിന്റെ കഥയാണ്. എ ക്ലോസ് ഷേവ്. ഇത് ഫസ്റ്റ് എഡിഷൻ ബുക്കിലാണ് വന്നിരിക്കുന്നത്. അക്രോൺ ഒഹായോയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഫസ്റ്റ് ബുക്കിൽ 348 പേജിലാണ് ഇത് കാണപ്പെടുന്നത്. മാർച്ച് 1937 ഹാരി സുബോധാവസ്ഥയിൽ എത്തിയത്. ഒരു പക്ഷേ 1937 ജനുവരിയോടുകൂടി അദ്ദേഹം നമ്മുടെ ഫെലോഷിപ്പിൽ എത്തിയിട്ടുണ്ടാവും. 1890 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ 5 പേരിൽ ഒരു ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അമ്മയാണെങ്കിൽ നല്ലൊരു ക്രിസ്ത്യൻ മദറാണ്. അദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 8 ഹി ബിഗാൻ ടേസ്റ്റിംഗ് ഹിസ് ഫാദേഴ്സ് ബിയർ. അതായത് 8-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിയർ കട്ടെടുത്ത് കുടിക്കാൻ തുടങ്ങി. 14 വയസ്സായപ്പോഴത്തേക്കും അവൻ സ്കൂള് ഉപേക്ഷിച്ചു. അദ്ദേഹം വൈൻ കുടിക്കാൻ തുടങ്ങി. പിന്നെ ഹാർഡ് സൈഡർ എന്ന് പറയുന്ന സൈഡർ കുടിക്കാൻ തുടങ്ങി. അദ്ദേഹം ബാർബറായിട്ട് ജോലി ചെയ്തു. പിന്നെ ലൂക്രേറ്റീവ് ഷോപ്പിൽ വർക്ക് ചെയ്തു. പൂൾ റൂംസുകളിലും റെസ്റ്റോറൻറ്റുകളിലും വർക്ക് ചെയ്തു. 1910 അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് 2 ഷോപ്പ് നടത്തിയിരുന്നു. 10 കുട്ടികളുടെ അച്ഛനായിരുന്നു അദ്ദേഹം. ആൻഡ് ഫാദേർഡ് 10 children, 10 കുട്ടികളെ. ബട്ട് ദ ടൈം കെയിം വെൻ ഹി കുഡ് നോ ലോങ്ങർ ഫിനാൻസ് ഹിസ് ഓൺ ബിസിനസ്. അദ്ദേഹത്തിന് അധികം വരുമാനം അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. അദ്ദേഹം പല ജോലികൾ ചെയ്തു. പല ജോലികളിൽ നിന്ന് അദ്ദേഹം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുട്ടികൾ വളരെ നിരാശകരമായി, അദ്ദേഹത്തിന്റെ പണം ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ പ്രത്യേകിച്ച് അദ്ദേഹം കുടിക്കുന്നതുകൊണ്ടും അവർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടും അവർ നിരാശാജനകമായ അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ. അദ്ദേഹത്തിന് അവസാനം ഒരു ജോബ് അക്രോണിൽ തന്നെ ഒരു ചെറിയ ഷോപ്പിൽ ഒരു ജോലി കിട്ടി. ചെറിയ ജോലിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുറഞ്ഞ കുടിയാണേലും കൂടിയ കുടിയാണേലും അവിടെ എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അദ്ദേഹം ഡീക്കണായി, ഇറിറ്റേറ്റഡ് ബൈ എ ഡീക്കൺ. അദ്ദേഹം ഒരു ഡീക്കൺ, പാസ്റ്റർ, പള്ളിയിൽ നിന്നുള്ള പാസ്റ്റർ അദ്ദേഹം
ബൈബിൾ ക്ലാസ്സിന് തുടർച്ചയായിട്ട് വിളിച്ചു. അപ്പൊ തുടർച്ചയായിട്ട് അത് അസ്വസ്ഥത ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിക്കൂടെ, എന്നെ എന്തിനാണ് എപ്പോഴും ബൈബിൾ ക്ലാസ്സിനായി വിളിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ അവനുമായിട്ട് ഈ പറയുന്ന പാസ്റ്ററുമായിട്ട് നല്ല കൂട്ടുകാരനായി മാറി. അങ്ങനെ അവന് ലാസ്റ്റ് അവനോട് പറഞ്ഞു അക്രോണില് ഡോക്ടർ ബോബിനെ കാണാൻ പോകാൻ പറഞ്ഞു. ഡോക്ടർ ബോബിനെ 2 മണിക്കൂർ അവൻ ശ്രദ്ധിച്ചു. അങ്ങനെ അവന്റെ മനസ്സ് വല്ലാത്ത കാർമേഘം പിടിച്ച പോലത്തെ മനസ്സായിരുന്നെങ്കിലും അവനെ കേട്ടു. അവന് നല്ലൊരു കാര്യമായി തോന്നി. അങ്ങനെ അവനൊരു ആത്മീയ അനുഭവം അവിടെ നിന്നുണ്ടായി. അത് മാർച്ച് 1937 അദ്ദേഹം ഈ കഥ എഴുതുമ്പോൾ അത് പിന്നീട് അദ്ദേഹം കുടിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ ബോബിനെ കണ്ടതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സ്നേഹം തിരിച്ചുപിടിച്ചു, കമ്മ്യൂണിറ്റിയിലെ ബഹുമാനങ്ങൾ തിരിച്ചുപിടിച്ചു. അങ്ങനെ കുറച്ച് വർഷക്കാലം അദ്ദേഹം നല്ലൊരു ജീവിതം നയിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആർക്കാണോ മദ്യം കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവരെ സഹായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കഥയാണ് ഈ ക്ലോസ് ഷേവ്. ഹെൻറിയുടെ കഥയാണ് ക്ലോസ് ഷേവ്. ഞാനത് വായിക്കാം. The year 1890 witnessed my advent as the youngest of 5 sons of a fine Christian mother and a hard-working blacksmith father. അതായത് 1890 ഞാൻ 5 കുട്ടികളിലെ ഒരാളായി ഒരു നല്ല ക്രിസ്ത്യൻ മദറിനും ബ്ലാക്ക് സ്മിത്ത് ആയ ഫാദറിനും ഞാൻ ജനിച്ചു. At the age of 8, my father used to send me after his pail of beer, and it was by lapping the foam of and the beer that I first discovered that the taste was much to my liking. അങ്ങനെ 8-ാമത്തെ വയസ്സിൽ അപ്പം കുടിച്ചതിന് ശേഷം വയ്ക്കുന്ന ബിയറിൽ നിന്ന് ഞാൻ കുടിക്കാൻ തുടങ്ങി. എനിക്ക് അതിന്റെ രുചി ഇഷ്ടമായി. By that time I was 14. 14 വയസ്സായപ്പോഴത്തേക്കും at which time I quit school. ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് പുറത്തായി. I had found that wine and hard cider were also pleasing to my palate. ഞാൻ വൈൻ മാത്രമല്ല ഹാർഡ് സൈഡറും എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. The next 6 years, അടുത്ത 6 വർഷക്കാലം I spent learning the art of barbering. ഞാൻ ഈ മുടി വെട്ടുന്ന കല പഠിച്ചു. And by the end of this period, ഇതിന്റെ അവസാന കാലം I had become both a proficient barber and the earnest drinker. ഞാൻ കുറച്ച് ആ സമയത്തിന് അവസാനമായപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു തൊഴിൽ പഠിച്ച ബാർബറുമായി അതോടൊപ്പം വലിയൊരു കുടീനുമായി മാറി. During the next 10 or 12 years, അടുത്ത 10-12 വർഷക്കാലം I was able to acquire several lucrative shops. ഞാൻ ധാരാളം ലുക്രേറ്റീവ് ഷോപ്പുകളിൽ വർക്ക് ചെയ്തു. സം വിത്ത് പൂൾ റൂംസ്. ചിലതിൽ പൂൾ റൂംസ് ഉണ്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അറ്റാച്ച്ഡ്. ചിലർക്ക് റെസ്റ്റോറൻറ്റും കൂടി ചേർന്ന് പൂൾ റൂംസോട് കൂടി ഉള്ളിടത്ത് എനിക്ക് ജോലി കിട്ടി. ഇറ്റ് സീംഡ് ക്വൈറ്റ് ഇമ്പോസിബിൾ however for me to stand prosperity, so I would drink. അതായത് ഇങ്ങനെ കുടിക്കാതെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി ഞാൻ അതുകൊണ്ട് കുടിച്ചു. മൈസെൽഫ് ഔട്ട് ഓഫ് വൺ സിറ്റുവേഷൻ. ഒരു ദിവസത്തെ കാര്യത്തിൽ ഗെറ്റ് മൈസെൽഫ് ടുഗദർ എ ബിറ്റ്, ഡെവലപ്പ് ആൻ അനദർ ആൻഡ് ദെൻ റിപ്പീറ്റ് ദ പെർഫോമൻസ്. അതായത് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആ കുടി വികസിച്ചു വന്നു. അങ്ങനെ ഞാൻ എൻ്റെ പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്തു. ദ ടൈം കെയിം. സമയം വന്നപ്പോൾ when I could no longer refinance myself. അതായത് എനിക്ക് വീണ്ടും സോ ഐ ബിഗാൻ ടു ഫ്ലോട്ട്. അതായത് എനിക്ക് സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എല്ലാ രാജ്യങ്ങളിലേക്ക് നീങ്ങി. ഗെറ്റിംഗ് എ ജോബ്. വീണ്ടും ജോലിക്ക് വേണ്ടി. ഹിയർ ആൻഡ് ദയർ. ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് എനിക്ക് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി. ആസ് ഐ കുഡ്. ബട്ട് ഇൻവയറബിലി ഐ ഗോട്ട് ഫയർഡ് ഇൻ എ ഷോർട്ട് ടൈം ബിക്കോസ് ഓഫ് മൈ അൺറിയലബിലിറ്റി. അതായത് പല ജോലികളും എനിക്ക് കിട്ടി, പക്ഷെ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എനിക്ക് യഥാർത്ഥത്തിൽ അവിടെ തുടരാൻ കഴിഞ്ഞില്ല. മൈ മാരേജ്. എൻ്റെ കല്യാണം വിച്ച് ഒക്കേർഡ് ഇൻ 1910. 1910 തുടങ്ങിയത്. അബൌട്ട് ദ ടൈം ഐ സ്റ്റാർട്ടഡ് മൈ സക്സസ്ഫുൾ ഓണർഷിപ്പ് ഓഫ് ഷോപ്സ്. ഞാനും ഓണർഷിപ്പ് ഷോപ്പിൽ സക്സസ്ഫുൾ ആയി. റിസൾട്ടഡ് ഇൻ അവർ ഹാവിങ് എ ഫാമിലി ഓഫ് 10 ചിൽഡ്രൻ. എനിക്ക് 10 കുട്ടികളുണ്ടായിരുന്നു. ഹു വെയർ യൂഷ്വലി ഡെസ്പറേറ്റ്ലി ഇൻ നീഡ്. പല ആവശ്യങ്ങളും ആ കുട്ടികൾക്കുണ്ടായിരുന്നു. ബിക്കോസ് ഐ യൂസ്ഡ് മൈ
സ്ലെൻഡർ ഇൻകം, എനിക്ക് കിട്ടിയ ചെറിയ ഇൻകം മുഴുവൻ ഫോർ ബൂസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് ഫോർ ദം, ഞാൻ മദ്യത്തിന് വേണ്ടി ചെലവഴിച്ചു, അവർക്കൊന്നും കൊടുത്തില്ല. ഐ ഫൈനലി സെക്യൂർഡ് എ ജോബ്, എനിക്കൊരു ജോലി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു. ഇൻ എ ഷോപ്പ് ഇൻ എ ടൗൺ ഓഫ് അബൌട്ട് 4500 പീപ്പിൾ, 4500 ആളുകളുള്ള ഒരു സ്ഥലത്തെ ഒരു ടൗണില് എനിക്കൊരു ജോലി കിട്ടി. വേർ ഐ നൗ ലിവ്, ഇപ്പോൾ ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. മൈ റെപ്യൂട്ടേഷൻ ഫോർ ഡ്രിങ്കിങ് സൂൺ ബിക്കേം മോർ ഓർ ലെസ് ജനറലി നോൺ, ചെറുതായിട്ടും വലുതായിട്ടും എൻ്റെ ഈ ബഹുമാനം കുടിക്കുന്നത് മൂലം ചെറുതായിട്ടും വലുതായിട്ടും കുടിക്കുന്നത് മൂലം അത് നഷ്ടപ്പെട്ടു, എല്ലാവർക്കും അറിയാൻ പറ്റി. അബൌട്ട് ദിസ് ടൈം എ ഡീക്കൺ വാസ് ദ പാസ്റ്റർ ഓഫ് വൺ ഓഫ് ദ ലോക്കൽ ചർച്ചസ്, അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡീക്കൺ, പള്ളിയിലെ ഒരു പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം എൻ്റെ ഷോപ്പിൽ വരാൻ തുടങ്ങി. ഫോർ ദയർ വർക്ക്, അവരുടെ ജോലിക്ക് വേണ്ടി. ആൻഡ് വേർ കോൺസ്റ്റന്റ്ലി ഇൻവൈറ്റ് മീ ടു ചർച്ച് ആൻഡ് ബൈബിൾ ക്ലാസ്, എന്നെ ചർച്ചിലേക്ക് പള്ളിയിലേക്കും ബൈബിൾ ക്ലാസ്സിലേക്കും തുടർച്ചയായി വിളിച്ചുകൊണ്ട്, വിച്ച് ഇൻവൈറ്റേഷൻസ് ഇറിറ്റേറ്റഡ് മീ വെരി മച്ച്, അത് എന്നെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തി. ഏണസ്റ്റ്ലി വിഷ്ഡ് ദേ വുഡ് മൈൻഡ് ദെയർ ഓൺ ബിസിനസ്, അവർക്ക് അവരുടെ കാര്യം നോക്കിക്കൂടെ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഐ ഫൈനലി ഡിഡ് അക്സെപ്റ്റ് 1 or 2 ഇൻവൈറ്റേഷൻ, 1 or 2 ക്ഷണം ഞാൻ സ്വീകരിച്ചു. ടു സോഷ്യൽ ഫങ്ഷൻസ്, അവിടുത്തെ ഒരു സാമൂഹികമായിട്ടുള്ള പരിപാടി ഞാൻ പങ്കെടുത്തു. അറ്റ് ദ ഹോം ഓഫ് വൺ ഓഫ് ദിസ് മെൻ, അതായത് ഈ പറയുന്ന പാസ്റ്ററുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സാമൂഹിക ഇൻവൈറ്റേഷന് ഞാൻ പോയി. ആൻഡ് വാസ് റിസീവ്ഡ് സോ കോർഡിയലി ദാറ്റ് ദ ബാരിയർ ബിറ്റ്വീൻ വാസ് പാർഷ്യലി ലോവേഡ്, അതായത് ഞാനും ആ പാസ്റ്ററും തമ്മിലുള്ള അതിർവരമ്പുകൾ കുറഞ്ഞു വന്നു. ഐ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഹവർ, എന്നിരുന്നാൽ തന്നെ ഞാൻ കുടി നിർത്താൻ തുടങ്ങിയില്ല. ദോ മൈ ഫീലിംഗ് ടുവാർഡ് ദിസ് മാൻ വാസ് കൈൻഡ്ലി, ഞാൻ ആ മനുഷ്യനോട് അനുകമ്പപൂർവ്വമായി പെരുമാറാൻ തുടങ്ങി. ദേ അറ്റ് ലാസ്റ്റ് പെർസ്യൂഡഡ് മീ ടു ഗോ ടു എ നിയർ ബൈ ടൗൺ ടു ഹാവ് എ ടോക്ക് വിത്ത് എ ഡോക്ടർ, അയാൾ എന്നെ അടുത്ത ഒരു നഗരത്തിൽ പോയി അവിടെയുള്ള ഒരു ഡോക്ടറുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹു ഹാഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എക്സ്പീരിയൻസ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ട്രബിൾ, അതായത് അദ്ദേഹത്തിന് ഇത്തരം മദ്യാസക്തിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അയാളുമായി സംസാരിക്കാൻ പോകാനായി എന്നെ പ്രേരിപ്പിച്ചു. ഐ ലിസൺ ടു ദ മാൻ ഫോർ 2 hours, ഞാൻ അവിടെ പോയി ആ മനുഷ്യൻ 2 മണിക്കൂർ ശ്രദ്ധിച്ചു. ആൻഡ് ഓൾദോ മൈ മൈൻഡ് വാസ് ക്വൈറ്റ് ഫോഗി, ഞാൻ എൻ്റെ മനസ്സ് വളരെ ഇച്ചിരി കാർമേഘം പോലെ മൂടുപടം പോലെ കിടക്കുമായിരുന്നെങ്കിലും ഐ റിട്ടേൺഡ് എ ഗുഡ് ഡീൽ ഓഫ് വാട്ട് ഹി സെഡ്, ഞാൻ അവനുമായി സംസാരിച്ചതിനോർത്ത് നന്നായി സംസാരിച്ചതിനോർത്ത് തിരിച്ചു വന്നു. ഐ ഫീൽ ദാറ്റ് ദ കമ്പൈൻഡ് എഫർട്ട് ഓഫ് ദിസ് 3 ക്രിസ്ത്യൻ ജെന്റിൽമാൻ, ഇങ്ങനെയുള്ള 3 ക്രിസ്ത്യൻ ജെന്റിൽമാൻമാരാണ് മേഡ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഹാവ് എ വൈറ്റൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഒരു സുപ്രധാനമായ ആത്മീയ അനുഭവം എന്നിൽ ഉണ്ടാക്കാനുള്ള കാരണം ഈ 3 ക്രിസ്ത്യാനികളായ ആളുകളാണ്. ദിസ് ഒക്കോർഡ് ഇൻ മാർച്ച് 1937, 1937 മാർച്ചിലാണ് ഇത് സംഭവിക്കുന്നത്. ഫോർ അബൌട്ട് 6 years പ്രീവിയസ് അറ്റ് ദിസ് ടൈം, ഇതിന് 6 വർഷക്കാലം മുമ്പ് ഐ വാസ് നെവർ അറ്റ് എനി ടൈം കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ, കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് ഞാൻ ഒരിക്കലും മദ്യത്തിന്റെ സ്വാധീനമില്ലാതെ ഞാൻ സ്വതന്ത്രനായിട്ടില്ല, എപ്പോഴും മദ്യം ഉണ്ടായിരുന്നു. സിൻസ് ദാറ്റ് ടൈം, ആ സമയത്ത് ഐ ഹാവ് റീഗെയിൻഡ് ദ ലവ് ഓഫ് മൈ ഫാമിലി, ഞാൻ അതിനുശേഷം എൻ്റെ വീട്ടുകാരുടെ സ്നേഹം പിടിച്ചുപറ്റി. ആൻഡ് ദ റെസ്പെക്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ബഹുമാനം കിട്ടി. ആൻഡ് ക്യാൻ ട്രൂത്ത്ഫുള്ളി സേ ദാറ്റ് ദ ഫാസ്റ്റ് 2 years ഹാവ് ബീൻ ദ ഹാപ്പിയസ്റ്റ് ഓഫ് മൈ ലൈഫ്, കഴിഞ്ഞ 2 വർഷക്കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് പ്ലേസ് ആണ് എനിക്ക് കിട്ടിയത്. ഐ ഹാവ് ബിസീഡ് മൈസെൽഫ് എ ഗ്രേറ്റ് ഡീൽ ഡ്യൂറിങ് ദിസ് 2 years, ഞാൻ വളരെയധികം തിരക്കുള്ള മനുഷ്യനാണ് കഴിഞ്ഞ 2 വർഷക്കാലം. ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ്. ഹു വെയർ അഫക്റ്റഡ് ആസ് ഐ വാസ്, എന്നെ പോലെ തന്നെ ഈ പ്രശ്നം ബാധിച്ചവരെ ഞാൻ സഹായിക്കുന്നു. ആൻഡ് ദ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ദ ഡീക്കൻ, ആ ഡീക്കന്റെ വലിയ ഇടപെടലും ദ പാസ്റ്ററിന്റെ ഇടപെടലും ആൻഡ് മൈസെൽഫ്, എൻ്റെ ഇടപെടലും മുതൽ ഹാവ് റിസൾട്ടഡ് ഇൻ 9 other men finding a way out, ഇപ്പോൾ 9 ആളുകൾ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഓഫ് ഡിഫിക്കൽട്ടീസ് വിച്ച് വെയർ ഐഡന്റിക്കൽ വിത്ത് മീ, എന്നെ പോലെ തന്നെ സമാന പ്രശ്നമുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് 9 ആളുകൾ എൻ്റെ പ്രവർത്തനം മൂലം, ഡീക്കന്റെ പ്രവർത്തനം മൂലം, പാസ്റ്ററുടെ പ്രവർത്തനം മൂലം പുറത്തു വന്നു. ഈ ഡീക്കനും പാസ്റ്ററും മുൻപ് എന്നെ എപ്പോഴും പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്നവരായിരുന്നു. ഞാൻ അവരോട് വൈരാഗ്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ദേഷ്യമുള്ളവരായിരുന്നു. ഐ ഫീൽ ദിസ് ആക്ടിവിറ്റി, ഇപ്പോൾ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് has played an important part in my mastery of this most devastating habit, അതായത് എന്നെ ശല്യപ്പെടുത്തിയ എൻ്റെ മാസ്റ്ററി ഓഫ് ദിസ് മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഹാബിറ്റ്, എന്നെ നശിപ്പിക്കാൻ തുടങ്ങിയ ഈ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് തുടർച്ചയായിട്ട്
പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ 9 ആളുകൾ ഞങ്ങളുടെ പ്രവൃത്തി മൂലം പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അടുത്ത കഥ എഡ്യൂക്കേറ്റഡ് അഗ്നോസ്റ്റിക്, വിദ്യാഭ്യാസമുള്ള അഗ്നോസ്റ്റിക്. അത് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവരെയാണ് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ആ കഥ വൈ ഗോ ഇൻ ടു ദ ഡ്രിങ്കിങ് പാറ്റേൺ ദാറ്റ് ഈസ് സോ മച്ച് ദ സെയിം വിത്ത് ഓൾ ഓഫ് അസ്. എന്തുകൊണ്ടാണ് കുടിയുടെ പ്രശ്നങ്ങൾ ഒരേ പാറ്റേണിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ പോകുന്നത്? 3 times I had left the hospital. 3 പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു. വിത്ത് ഹോപ്പ്, വലിയ പ്രതീക്ഷ. ദാറ്റ് ഐ വാസ് സേയിങ് ഗുഡ് ബൈ ഫോർ എവർ. ഞാൻ മദ്യത്തോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് ഹിയർ ഐ വാസ് അഗെയിൻ. ഞാൻ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റായി. ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, ദർ ഐ ടോൾഡ് ദ കൈൻഡ്ലി ഡോക്ടർ, എന്നോട് ആ സ്നേഹവായ്പുള്ള അനുകമ്പാപൂർണമായ ഡോക്ടർ എന്നോട് പറഞ്ഞു, ദാറ്റ് ഐ വാസ് എ തറോലി ഹോപ്പ്ലെസ് കേസ്. ഞാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കേസാണ്. ആൻഡ് വുഡ് പ്രോബബ്ലി കണ്ടിന്യൂ ടു റിട്ടേൺ ആസ് ലോങ് ആസ് ഐ കുഡ് ബെഗ്. അതായത് ഞാൻ തുടർച്ചയായിട്ട് അതുകൊണ്ടാണ് കുടിക്കുന്നത്. എനിക്ക് ഐ കുഡ് ബെഗ്, ഞാൻ മറ്റുള്ളവരോട് ബെഗ് ചെയ്യാൻ തുടങ്ങി, ബോറോ ചെയ്യാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും പണം കണ്ടെടുക്കാൻ തുടങ്ങി. ഓൺ ദ സെക്കൻഡ് ഡേ ഹി ടോൾഡ് മീ ദാറ്റ് ഹി ന്യൂ ഓഫ് സംതിങ് ദാറ്റ് വുഡ് കീപ് മീ ഓഫ് ലിക്വർ ഫോർ ലൈഫ്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഈ മദ്യത്തിൽ നിന്ന് പുറത്തു കിടക്കണമോ എങ്കിൽ ഒരു കാര്യമുണ്ട്. ഐ ലാഫ്ഡ് അറ്റ് ഹിം. ഞാൻ കളിയാക്കി ചിരിച്ചു. യെസ് ഇൻഡീഡ്, ഉണ്ട്, ശരിക്കും ഉണ്ട്. ഐ വുഡ് ഡു എനിത്തിങ്. ഞാൻ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്. ഓർ ടേക്ക് എനിത്തിങ് ദാറ്റ് വുഡ് പ്രൊഡ്യൂസ് റിസർച്ച്. അങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ദെയർ വാസന്റ് എനിത്തിങ്. എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ്. ഓൺ ദ തേർഡ് ഡേ എ മാൻ കെയിം ടു ടോക്ക് വിത്ത് മീ. 3-ാമത്തെ ദിവസം എന്നെ കാണാനായി, സംസാരിക്കാനായി ഒരു മനുഷ്യൻ വന്നു. ഹി വാസ് ആൻ ആൽക്കഹോളിക്. അയാള് ഹൂ ഹാഡ് സ്റ്റോപ്ഡ്. അയാൾ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. അവൻ മദ്യപാനം നിർത്തിയിരിക്കുന്നു. ഹി ടോക്ക്ഡ് അബൌട്ട് ആൽക്കഹോളിസം. അദ്ദേഹം എന്നോട് മദ്യാസക്തിയെ പറ്റി പറഞ്ഞു. ആൻഡ് എ സ്പിരിച്വൽ വേ ഓഫ് ലൈഫ്, ഒരു ആത്മീയ വഴിയെപ്പറ്റിയും ആത്മീയ ജീവിതത്തെ പറ്റിയും പറഞ്ഞു. ഐ വാസ് ഡീപ്ലി ഇംപ്രസ്ഡ് ബൈ ഹിസ് സീരിയസ്നെസ്. അവന്റെ ആ ഗൗരവപൂർണമായ സംസാരത്തിൽ എനിക്ക് വലിയ ഇഷ്ടം തോന്നി. ബട്ട് നത്തിങ് ദാറ്റ് ഹി കുഡ് മേഡ് സെൻസ് ടു മീ. പക്ഷെ എനിക്കത് വലിയ ഒരു സെൻസ് ആയിട്ട് തോന്നിയില്ല. ഹി സ്പോക്ക് അബൌട്ട് ഗോഡ്. അവൻ ദൈവത്തെ പറ്റി പറഞ്ഞു. ആൻഡ് എ പവർ ഗ്രേറ്റർ ദാൻ വൺ സെൽഫ്. അതായത് ഒരു ഉന്നത ശക്തിയെ പറ്റി പറഞ്ഞു. ഐ റിമെമ്പർ ബീങ് വെരി കെയർഫുൾ നോട്ട് ടു സേ എനിത്തിങ് ദാറ്റ് മൈറ്റ് ഷേക്ക് ഹിസ് ഫെയ്ത്ത് ഇൻ വാട്ട് എവർ ഇറ്റ് വാസ് ഹി ബിലീവ്ഡ്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരിക്കലും അവന്റെ വിശ്വാസത്തെ ഇളക്കിയില്ല. അവൻ എന്താണോ വിശ്വസിക്കുന്നത് അതിന് ഉറച്ചു നിന്നു. ഐ വാസ് ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ടു ഹിം. ഞാൻ അവനോട് ഒരുപാട് നന്ദിയുള്ളവനാണ്. ഫോർ ടേക്കിംഗ് ദ ട്രബിൾ ടു ടോക്ക് വിത്ത് മീ. ഞാൻ അവനോട് പല പ്രശ്നങ്ങളും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനോട് നന്ദിയുള്ളവനാണ്, എന്നോട് സംസാരിച്ചത്. ബട്ട് ഹി ഹാർഡ് വാസ് നോട്ട് ഫോർ മീ. പക്ഷെ അവൻ എനിക്ക് വേണ്ടിയുള്ളവനല്ല. ഐ ഹാഡ് തോട്ട് മച്ച് അബൌട്ട് റിലീജിയൻ. ഞാൻ മതത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ആൻഡ് ഹാഡ് കം ടു റാദർ ഡെഫിനിറ്റ് കൺക്ലൂഷൻ. അതായത് അവൻ മതത്തെക്കുറിച്ച് പറയുന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് തന്നെയാണ് ഞാൻ അവസാനം കൺക്ലൂഷൻ എത്തിയതും. ദെയർ വാസ് നോ ഗോഡ്. അവിടെ ഒരു ദൈവമില്ല എന്നാണ് ഞാൻ പറയുക. ദ യൂണിവേഴ്സ് വാസ് ആൻ ഇൻഎക്സ്പ്ലിക്കബിൾ ഫിനോമിനൻ. അപ്പൊ ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ആർക്കും വിവരിക്കാൻ പറ്റാത്ത സങ്കീർണതയുള്ളതാണ്. ഇൻസ്പൈറ്റ് ഓഫ് മൈ സോറി സ്റ്റേറ്റ് ആൻഡ് ഔട്ട്ലുക്ക്. എൻ്റെ ഈ വല്ലാത്ത ദുഃഖകരമായിട്ടുള്ള എൻ്റെ അവസ്ഥയും എൻ്റെ മൊത്തത്തിലുള്ള ലുക്കും, ദർ വെർ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ മൈ ലൈഫ്. എൻ്റെ പല മനോഹരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ബട്ട് നോ ബ്യൂട്ടി. പക്ഷെ ഒരു സൗന്ദര്യമില്ല. ദർ വെർ ട്രൂത്ത് ഡിസ്കവറബിൾ അബൌട്ട് ലൈഫ്. പല സത്യങ്ങളും എനിക്ക് ലൈഫിൽ ചെയ്യും. ബട്ട് നോ ട്രൂത്ത്. എനിക്ക് പല സത്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാം. പക്ഷെ അവിടെ ഒരു സത്യം ഉണ്ടായിരുന്നു. ദർ വെർ പീപ്പിൾ ഹു വെർ ഗുഡ്. എൻ്റെ ജീവിതത്തിൽ പല ആളുകളും നല്ലവരായിരുന്നു, കൈൻഡ്, ദയവുള്ളവരായിരുന്നു, കൺസിഡർ എന്നെ പരിഗണിക്കുന്നവരായിരുന്നു. ബട്ട് നോ സച്ച് തിങ്സ് ആസ് ഗുഡ്നസ്. പക്ഷെ അത് സ്ഥിരമായ ഒരു അവസ്ഥയിൽ പോയില്ല. ഐ ഹാഡ് റീഡ് rather extensively, but when people began to talk in such ultimates, I was lost. എനിക്ക് വായിക്കാൻ കഴിയും, പക്ഷെ ആളുകൾ എന്നോട് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഐ കുഡ് ഫൈൻഡ് ഇൻ ലൈഫ് നോ എക്സ്റ്റേണൽ പർപ്പസ് നോർ എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി ലേബിൾഡ് ഡിവൈൻ ഗൈഡൻസ്. അതായത് ഒരു ദൈവിക മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് ഞാൻ അധികം വിശ്വസിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ലേബൽ ചെയ്ത് വന്നാൽ
എനിക്കതൊരു നല്ല കാര്യമായി തോന്നിയില്ല, ഒരു പർപ്പസായി തോന്നിയില്ല. വാർ, യുദ്ധം, ഇൽനെസ്, അസുഖം, ക്രൂവാലിറ്റി, ക്രൂരതകൾ, സ്റ്റുപ്പിഡിറ്റി, മോശം പ്രവർത്തികൾ, പുവർട്ടി, ദാരിദ്ര്യം, ആൻഡ് ഗ്രീഡ്, ആർത്തി, വേർ നോട്ട് ആൻഡ് കുഡ് നോട്ട് ബി ദ പ്രൊഡക്റ്റ് ഓഫ് എനി പർപ്പസ്ഫുൾ ക്രിയേഷൻ. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുകയാണ്. അപ്പൊ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? ദ ഹോൾ തിങ് സിംപ്ലി ഡിഡിന്റ് മേക്ക് സെൻസ്. ഇതൊന്നും എനിക്ക് കാര്യമായി മനസ്സിലാകുന്നില്ല. അബൌട്ട് ദിസ് ഐ ഫെൽറ്റ് നോ ഡീപ്പ് ഇമോഷൻ. I had struggled with the problem during late adolescence, but had long since ceased to give it anxious thought. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനത്തെ ചിന്തകളുണ്ട്. അങ്ങനത്തെ ആൻഷ്യസ് തോട്ട് ചിന്തകളുണ്ട്. മെനി പീപ്പിൾ ബിലീവ് ഇൻ ഗോഡ്, പല സം സോർട്ട് ഓഫ് വർഷിപ്പ് ഹിം ഇൻ വേരിയസ് വേസ്. പല വഴിക്ക് പല ആളുകൾ പല രീതിയിലുള്ള ദൈവത്തെ വിശ്വസിക്കുന്നു. ദാറ്റ് വാസ് എക്സലന്റ്. അത് നല്ലത് തന്നെ. ഐ തോട്ട് ഇറ്റ് നൈസ്. ഇത് നല്ലതാണ്. ദാറ്റ് സോ മെനി പീപ്പിൾ പുവർ മിസ്ഗൈഡഡ് സോൾസ്, അതായത് പാവം കുറെ ആളുകൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു. കുഡ് ഫൈൻഡ് സോ സിമ്പിൾ എ സൊല്യൂഷൻ ഓഫ് ദെയർ പ്രോബ്ലംസ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരാൾ, അതാണ് അവര് മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ്. ഇഫ് ദിസ് വേൾഡ് പ്രൂവ്ഡ് ടു ഹോപ്പ്ലെസ്ലി disillusioning, they could always seek comfort in a more pleasant assistance promised in a world to come. അതായത് ഇവര് വളരെ പ്രതീക്ഷാരഹിതമായിട്ടുള്ള ഒരു ഊഹാപോഹത്തിൽ നിന്നുകൊണ്ട് എന്തോ ഒരു കാര്യം, ഒരു കംഫർട്ടായിട്ടുള്ള വളരെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ചിന്തിക്കുകയാണ്, അന്വേഷിച്ചു നടക്കുകയാണ്. ഇവിടെ നന്നായി പ്ലസന്റ് അസിസ്റ്റൻസ് ഇപ്പൊ നിലനിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്താണ്. അതായത് ഒരു പ്രോമിസ് ചെയ്യുന്ന പുതിയൊരു ലോകത്തിലേക്ക്, അതായത് പുതിയ ലോകം വരുമെന്ന്, വേർ റോങ്സ് വുഡ് ബി റൈറ്റഡ് ആൻഡ്, അവിടെ തെറ്റുകൾ ശരിയാക്കപ്പെടുമെന്നും, ആൻഡ് ജസ്റ്റിസ് ടെമ്പേർഡ് വിത്ത് ടെൻഡർ മേഴ്സി വുഡ് പ്രിവെയിൽ, അതായത് അവിടെ ന്യായം വിധിക്കപ്പെടുമെന്നും കാരുണ്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ബട്ട് നൺ ഓഫ് ദാറ്റ് വാസ് ഫോർ മീ. ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല. ഐ ഹാഡ് ഇനഫ് കറേജ്, എനിക്ക് ധാരാളം ശക്തി കിട്ടി. ആൻഡ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി, എനിക്ക് ഒരു ബുദ്ധിപരമായ ഒരു സത്യസന്ധത, ടു ഫേസ് ലൈഫ്, എന്റെ ജീവിതത്തെ എനിക്ക് നേരിട്ട് ഗ്രാസ് ഐ സോ ഇറ്റ് വിത്തൗട്ട് റീകോഴ്സ് ടു എ സെൽഫ് എറക്റ്റഡ് ഡയറ്റി. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാന്നിധ്യം കൂടാതെ തന്നെ ഞാൻ എന്റെ ജീവിതത്തെ നേരിടാൻ തയ്യാറായി. ദ നെക്സ്റ്റ് ഡേ അനദർ മൻ വിസിറ്റഡ് മീ. അടുത്ത ദിവസം മറ്റൊരു മനുഷ്യൻ വന്നു. ഹി ടു ഹാഡ് ബീൻ ആൻ ആൽക്കഹോളിക് ആൻഡ് സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അവനും ആൽക്കഹോളിക് ആണ്, അവനും ഇതുപോലെ മദ്യപാനം നിർത്തിയ ആളാണ്. He pointed out that I had found myself unable to handle my liquor problem by myself. അതായത് ഒരാൾക്ക് മദ്യം എന്ന് പറയുന്ന കാര്യം അവനെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. He had been in the same position. അതായത് അവനും ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒരു സെക്കൻഡ്. വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇഫ് ദിസ് വേൾഡ് പ്രൂവ്ഡ് ടു ഹോപ്പ്ലെസ്ലി ബട്ട് നൺ ഓഫ് ദിസ് നെക്സ്റ്റ് ഡേ, ഒരു മനുഷ്യന്റെ അടുത്ത് വന്നു. ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് ഒരാൾക്ക് അവന്റെ മദ്യം അവനാൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഹി ഹാഡ് ബീൻ ഇൻ ദ സെയിം പൊസിഷൻ. അവനും ഒരു കാലത്ത് എന്റെ അതേ അവസ്ഥയിലായിരുന്നു. ഹി ഹാഡ് ഡ്രിങ്ക് ഇൻ ഓവർ 3 years. പക്ഷെ ഇന്ന് അവൻ 3 വർഷക്കാലം കുടിച്ചിട്ടില്ല. ഹി ടോൾഡ് മീ ഓഫ് അതർ മാൻ, മറ്റ് മനുഷ്യനെ പോലെ തന്നെ ഇയാളും എന്നോട് പറഞ്ഞു, ഹു ഹാഡ് ഫൗണ്ട് സോബറിറ്റി ത്രൂ ദ റെക്കഗ്നേഷൻ ഓഫ് സം പവർ ബിയോണ്ട് ദംസെൽവ്സ്. അതായത് അവർ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞു, അതായത് മറ്റൊരു ത്രൂ ദ റെക്കഗ്നേഷൻ ഓഫ് സം പവർ ബിയോണ്ട് ദംസെൽവ്സ്, അവരെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ശക്തിയെ അവർ തിരിച്ചറിഞ്ഞു. ഇഫ് ഐ കെയർഡ് ടു ഐ വാസ് ടു കൺസിഡർ മൈസെൽഫ് ഇൻവൈറ്റ് ടു എ ഗാദറിംഗ് ദ ഫോളോയിങ് ട്യൂസ്ഡേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തു. അടുത്ത ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ വരിക. വേർ ഐ വുഡ് മീറ്റ് അതർ ആൽക്കഹോളിക്സ് ഹു ആർ സ്റ്റോപ്പഡ്. അവിടെ നിനക്ക് മറ്റ് ഇങ്ങനെ കൂടി നിർത്തിയ ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ സാധിക്കും. വിത്ത് ദ നോളജ് ഐ നോ ഹൗ, അതായത് എനിക്കിപ്പോൾ അറിയാവുന്ന ചില അറിവുകൾ വെച്ച്, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു റീകോൾ ഹൗ സ്ക്രൂ ദ ഹോൾ തിങ് സൗണ്ടഡ്. എനിക്കിപ്പോഴത്തെ അറിവ് വെച്ചിട്ട് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എത്ര സ്ക്രൂ ചെയ്യുന്നതാണ്. ദ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ്, അതായത് അന്ധനെ നയിക്കുന്നു. എ യൂണിയൻ ഓഫ് ഡ്രങ്ക്സ്, ഒരു കൂട്ടം കുടിക്കൂട്ടുകാരോ
ഓൾ ബാൻഡഡ് ടുഗദർ ഇൻ സം കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ ബിലീഫ്. എല്ലാവരും കൂടി ഒരു ആത്മീയ വിശ്വാസത്തിലേക്ക് എത്തിയെന്നോ? വാട്ട് കുഡ് ബി മോർ ഇഡിയോറ്റിക് ബട്ട് ദിസ് മാൻ വാസ് വെർ സോബർ നട്സ്. അതായത് എന്തൊരു ചിന്തയാണ്. പക്ഷെ ഇവര് സോബറായിരിക്കുന്നു, ഭ്രാന്തന്മാർ. നട്സ് എന്ന് വെച്ചാൽ ഭ്രാന്തൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഐ റിട്ടേൺ ടു മൈ ഡെസ്പറേറ്റീവ് വൈഫ് വിത്ത് ദിസ് ഇൻകൊഹറന്റ് സ്റ്റോറി ഓഫ് എ ബെഞ്ച് ഓഫ് ഡ്രങ്ക്സ് ഹു ഹാഡ് ഫൗണ്ട് എ ക്യൂർ ഫോർ ദെയർ ആൽക്കഹോളിസം. ഞാൻ എൻ്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. അവരുടെ കുറേ കുടിക്കൂട്ടുകാർ, അവരുടെ കഥ, അവര് ആൽക്കഹോളിസത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നു. ത്രൂ സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ എക്സസൈസ്. അവർ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ആൻഡ് ഹു ഹെൽഡ് റെഗുലർ മീറ്റിംഗ് വെയർ. അവർ സ്ഥിരമായി മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ആസ് ഫാർ ആസ് ഐ കുഡ് ഫിഗർ ഔട്ട്. എനിക്കതൊന്ന് നോക്കണം. ദേ വെൻ ത്രൂ സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ എക്സസൈസ്. അവര് ചില ആത്മീയ പരിപാടിയിൽ പരിശീലനം നേടുന്നു. ഷീ വാസ് വെരി നിയർലി കൺവിൻസ്ഡ് ദാറ്റ് മൈ മെന്റൽ ബാലൻസ് ഹാഡ് നൗ ബീൻ കംപ്ലീറ്റ്ലി ആൻഡ് പ്രോബബ്ലി പെർമനന്റ്ലി ഡിസ്ട്രോയിഡ്. അവൾ വിചാരിച്ചു, അവളെങ്ങനെ വിശ്വസിച്ചത്, എൻ്റെ ഇപ്പോഴത്തെ മാനസിക നിലവാരം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നശിക്കപ്പെട്ടിരിക്കുന്നു, സ്ഥിരമായി നശിക്കുന്നു. ദ ഓൺലി റാഷണൽ സപ്പോർട്ട് ഐ കുഡ് ഫൈൻഡ് ഫോർ ഗിവിംഗ് ഇറ്റ് എ ട്രൈ വാസ് ദാറ്റ് ഇറ്റ് വാസ് വൗച്ച്ഡ് ഫോർ ബൈ ദ കൈൻഡ്ലി ഡോക്ടർ whom she had met at several occasions at the hospital. That and the fact that nothing else worked. പക്ഷെ ഇപ്പോൾ അവൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ആ പറയുന്ന ഡോക്ടറുടെ സഹായം സ്വീകരിക്കണം. പല ആശുപത്രികളിലായി പലപ്പോഴായി നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കാര്യത്തിൽ ശരിയായി പ്രവർത്തിച്ചില്ല. മേ ഐ സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ടുമുട്ടാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. May I stop at this point and address a few sentences direct to agnostics or atheistically inclined alcoholics. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഒരു പോയിന്റ് പറയാൻ ശ്രമിക്കണം. അത് ശരിക്കും എന്നോട് പറയാനുള്ളത്, ദൈവമുണ്ടെന്നോ ഇല്ലെന്ന് വിശ്വസിക്കുന്ന, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അഗ്നോസ്റ്റിക്കിനോടും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന എത്തിയസ്റ്റുകളോടും ആയിട്ടുള്ള മധ്യാസക്തരാണ്. യു ക്യാൻ ടേക്ക് ലെസ് സ്റ്റോക്ക് ഇൻ ദ റെഫറൻസ് മേഡ് ടു ഗോഡ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള റെഫറൻസ് കുറച്ച് നിങ്ങൾ എടുക്കുക. ഇൻ ദിസ് ബുക്ക്, കുറച്ച് ഈ ബുക്കിൽ നിന്ന് എടുക്കുക. ദെൻ ഐ വുഡ് ഹാവ് ഇഫ് ദിസ് ബുക്ക് ഹാഡ് ബീൻ അവൈലബിൾ ടു മീ അറ്റ് ദാറ്റ് ടൈം. അതായത് അന്ന് ആ സമയത്ത് എനിക്ക് ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ടു യു ദോസ് റെഫറൻസ് ഹാവ് നോ മീനിങ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ റെഫറൻസ്, ദൈവത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഒരു അർത്ഥവും തരില്ല. ദേ ഹാവ് സിംപ്ലി യൂസ്ഡ് എ നെയിം ദാറ്റ് പീപ്പിൾ ഗിവ് ടു എ ഫൗണ്ട് ഡെലൂഷൻ. അതായത് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ പല രീതിയിലാണ്, പല പേരിലാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഓൾ യുവർ ലൈഫ്, നിങ്ങളുടെ മൊത്തത്തിൽ ജീവിതത്തിൽ, എക്സെപ്റ്റ് പോസിബിൾ ഇൻ എയർലി ചൈൽഡ്ഹുഡ്, നിങ്ങളുടെ കുട്ടിക്കാലത്ത്, വെൻ യു കൺസീവ്ഡ് ഓഫ് ആൻ എനോർമസ് ഫിഗർ വിത്ത് എ ഫ്ലോയിങ് വൈറ്റ് ബിയേർഡ് സംവെയർ ബിയോണ്ട് ദ ക്ലൗഡ്സ് ഇൻ ദ മീൻ നത്തിങ്. നിങ്ങൾക്ക് ഈ പല പേരുകളിലാണ് ഈ ദൈവം അറിയപ്പെടുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ വിചാരിച്ചിരുന്ന എന്താണ്? ഒരു പ്രത്യേക രൂപമുള്ള വലിയ താടിയുള്ള മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാൾ. യു ഹാവ് നൗ ടു മച്ച് ഇന്റലിജൻസ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബുദ്ധിയുണ്ട്. ആൻഡ് ഹോണസ്റ്റി, സത്യമുണ്ട്, സത്യസന്ധതയുണ്ട്. ടു അലോ സച്ച് ഡെലൂഷൻസ്, അങ്ങനത്തെ ഡെലൂഷൻ. ഈവൻ ഇഫ് യു കോഡ് യു ആർ ടു പ്രൗഡ് ഓഫ് അഫെയിം എ ബിലീഫ് നൗ ദാറ്റ് യു ആർ ഇൻ ഡെസ്പറേറ്റ് ട്രബിൾ. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഈ നിരാശാജനകമായ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാനായി ദാറ്റ് യു ഡിനൈഡ് വിത്ത് തിങ്സ് വേർ നോ റോസി. അതായത് എല്ലാ പ്രശ്നങ്ങളും കുഴപ്പമൊന്നുമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലും, നിങ്ങൾ ഡിനൈ ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറെ ട്രബിൾ ഉണ്ട്. ഓർ യു മൈറ്റ് പോസിബിളി പേഴ്സോഡ് യൂസ് ടു ബിലീവ് ഇൻ സം ക്രിയേറ്റീവ് ഫോഴ്സ് ഓർ ആൽഗബറിക് എക്സ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ശക്തിയുണ്ട്, ക്രിയേറ്റീവ് ഫോഴ്സ് ഈ ലോകത്തുണ്ടെന്നും, അല്ലെങ്കിൽ എക്സ് എന്നുള്ള ഒരു അക്ഷരം കൊണ്ടോ, ബട്ട് വാട്ട് എർത്തിലി ഗുഡ് ആൻഡ് എക്സ് ബി ഇൻ സോൾവിങ് സച്ച് എ പ്രോബ്ലം ആസ് യു ഫേസ്. അതായത് നിങ്ങൾ ചുമ്മാ എക്സ് എന്ന് പറഞ്ഞ ആൽബറ്റിക്കലുള്ള ഒരു ദൈവത്തെ സ്വീകരിച്ചാലും മതി. അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പ്രോബ്ലത്തെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആൻഡ് ഈവൻ അഡ്മിറ്റിംഗ്, നിങ്ങൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഫ്രം യുവർ നോളജ് ഓഫ് സൈക്കോളജി, നിങ്ങളുടെ മനഃശാസ്ത്രപരമായ അറിവിൽ നിന്ന്, ഇറ്റ് ഈസ് പോസിബിൾ യു മൈറ്റ്
അക്വയർ സച്ച് ഡെലൂഷൻസ്? ഇത്തരത്തിലുള്ള ഡെലൂഷൻസുകളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഹൗ കുഡ് യു പോസിബിളി ബിലീവ് ഇൻ ദം ഇഫ് യു കൺസിഡർ ദം ആസ് എ ഡെലൂഷൻസ്? അതായത് നിങ്ങൾ ഇതെല്ലാം ഒരു ഡെലൂഷൻ ആണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും? സം സച്ച് തിങ്കിങ് മസ്റ്റ് ഹാവ് ബീൻ ഗോയിങ് ഓൺ ഇൻ യുവർ മൈൻഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ആസ് യു ഹാവ് എ വേഡ് ദിസ് ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവും. അഗൈൻസ്റ്റ് യുവർ ഓൺ ഇന്നബിലിറ്റി. അതായത് നിങ്ങൾക്ക് മദ്യം നിർത്താനുള്ള കഴിവില്ല. ടു കോപ്പ് വിത്ത് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഗ്രാജുവലി ഡിസ്ട്രോയിങ് യുവർ പേഴ്സണാലിറ്റി. അത് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കപ്പെടുകയാണ്. റെസ്റ്റ് അഷ്വേർഡ് ദാറ്റ് സച്ച് ക്വസ്റ്റ്യൻസ് വെയർ ഇൻ മൈ മൈൻഡ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. ഐ കുഡ് സീ നോ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ഓഫ് എനി ഓഫ് ദം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല പരിഹാരം ഇതിൽ നിന്ന് കിട്ടാൻ കഴിയുന്നില്ല. ബട്ട് ഐ കെപ്റ്റ് ഹാർഡ് ടു ദ ഓൺലി തിങ് ദാറ്റ് സീം ടു ഹോൾഡ് ഔട്ട് മൈ ഹോപ്പ് ആൻഡ് ഗ്രാജുവലി മൈ ഡിഫിക്കൽട്ടീസ് വെർ ലെസൻഡ്. അതായത് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടെങ്കിൽ ആൻഡ് ഗ്രാജുവലി മൈ ഡിഫിക്കൽട്ടീസ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് മൈ ഇന്റലക്ട് ഫോർ ദ സേക്ക് ഓഫ് സോൾ. ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിന് തരാൻ വേണ്ടിയല്ല. നോർ ഹാവ് ഐ ഡിസ്ട്രോയിഡ് മൈ ഇന്റഗ്രിറ്റി ടു പ്രിസർവ് മൈ ഹെൽത്ത് ആൻഡ് സാനിറ്റി. അത് എന്റെ ആരോഗ്യവും ശാന്തതയും നിലനിർത്തണം. ഓൾ ഐ ഹാഡ് ഫിയർ ടു ലോസ് ഐ ഹാവ് ഗെയിൻഡ് ആൻഡ് ഓൾ ഐ ഫിയർ ടു ഗെയിൻ ഐ ഹാവ് ലോസ്. എനിക്ക് ഒരു കാര്യം മാത്രം പേടിച്ചാൽ മതി, എനിക്ക് കിട്ടിയത് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടുന്നത്. ബട്ട് ടു കൺക്ലൂഡ് മൈ സ്റ്റോറി, എന്റെ സ്റ്റോറി അവസാനിക്കുമ്പോൾ ദ ഫോളോയിങ് ട്യൂസ്ഡേ, ആ ചൊവ്വാഴ്ച മീറ്റിംഗിലേക്ക് പോയപ്പോൾ, ഹാർഡ്ലി ഡെയറിംഗ് ടു ഹോപ്പ് ആൻഡ് ഫിയർഫുൾ ഓഫ് ദ വേസ്റ്റ്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഭയമായിരുന്നു. മൈ വൈഫ് ആൻഡ് ഐ അറ്റൻഡഡ് അവർ ഫസ്റ്റ് ഗാദറിംഗ് വിത്ത് ഫോർമർ ആൽക്കഹോളിക്. ഞാനും എൻ്റെ ഭാര്യയും കൂടി മുൻകാല കുടിയന്മാരുടെ കൂടെ ആദ്യത്തെ മീറ്റിംഗ് കൂടി. സ്ലേവ്സ്, ഞങ്ങൾ ഹൂ ഹാഡ് ബീൻ മെയ്ഡ് ഫ്രീ ത്രൂ ദ റീഡിസ്കവറി ഓഫ് എ പവർ ഫോർ ഗുഡ്. അടിമകളായിരുന്നു, മദ്യത്തിന്റെ അടിമകൾ, ആൽക്കഹോളിക് സ്ലേവ്സ്, അതായത് മദ്യാസക്തിയുടെ അടിമകളായിരുന്ന ആളുകൾ ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു. അവരൊരു പുതിയ കണ്ടുപിടിച്ചിരിക്കുന്നു, പവർ ഫോർ ഗുഡ്, ഒരു ശക്തി. ഫൗണ്ട് തോട്ട് എ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ്, ഒരു ആത്മീയമായ മനോഭാവം ജീവിതത്തോട് പുലർത്തുക. ഐ നൗ ദാറ്റ് ഐ ഹാവ് നെവർ ബിഫോർ ബീൻ സോ ഇൻസ്പയർഡ്. എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാം, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇറ്റ് വാസ് നോട്ട് എനിത്തിങ് ദാറ്റ് ഹാപ്പൻ. ഇതിനു മുമ്പ് എനിക്ക് അത് സംഭവിച്ചിട്ടില്ല. ബിക്കോസ് നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചിട്ടില്ല. നോട്ട് ഇറ്റ് ബൈ എനിത്തിങ് ദാറ്റ് വാസ് സെഡ്, ഞാനിത് പറയുന്നത്, ബട്ട് മോർ ബൈ എൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ബൈ ഫ്രണ്ട്ലിനെസ്. ഇവിടെ ഒരു സൗഹൃദ വലയം ഉണ്ടാവുകയാണ്. സിൻസിയാരിറ്റി, ആത്മാർത്ഥത ഉണ്ടാവുകയാണ്. ഹോണസ്റ്റി, സത്യസന്ധത ഉണ്ടാവുകയാണ്. കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്. ആൻഡ് ഗുഡ് ചിയർ, വലിയ സന്തോഷത്തോടു കൂടി നന്നായി ചിരിക്കുകയാണ്. ഐ കുഡിന്റ് ബിലീവ് ദാറ്റ്, എനിക്ക് വിശ്വസിക്കാൻ, ദിസ് മാൻ കുഡ് ഹാവ് ബീൻ ഡ്രങ്ക്സ്. ഇവിടെ ഒരു കാലത്ത് കുടിയന്മാരായിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആൻഡ് അറ്റ് ഗ്രാജുവലി ഐ ലേൺഡ് ദെയർ സ്റ്റോറീസ്. ഞാൻ അവരുടെ കഥ പഠിച്ചു. ആൽക്കഹോൾ ഈസ് എവരി വൺ. അവരെല്ലാം ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ദാറ്റ് വാസ് വിത്ത് മീ ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ്. ഇത് എന്റെ ജീവിതത്തിന് ഒരു തുടക്കമായിരുന്നു. ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്, ഇത് ഒരു ഇച്ചിരി പ്രയാസമുള്ളതാണ്. ഇഫ് നോട്ട് ഇമ്പോസിബിൾ, പക്ഷേ ഒരിക്കലും ഇത് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ല. ഫോർ മീ ടു പുട്ട് ഇൻ ടു വേർഡ്സ് ദ ചേഞ്ച് ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ മീ. അതായത് വാക്കുകളിൽ നിന്ന് ഉപരിയായി എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുക. ഐ ഹാവ് സിൻസ് ലേൺഡ്, ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. ദാറ്റ് വിത്ത് മൈ മെമ്പേഴ്സ് ദ ചേഞ്ച് ഹാസ് ബീൻ ഓൾമോസ്റ്റ് ഇൻസ്റ്റന്റേനിയസ്. അതായത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അംഗങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ദിസ് വാസ് നോട്ട് ദ കേസ് വിത്ത് മീ. ഇത് എൻ്റെ മാത്രം കാര്യമല്ല. ഐ വാസ് ട്രെമൻഡസ്ലി ഇൻസ്പയർഡ് അറ്റ് ഫസ്റ്റ്. ഞാനത് വലിയധികം താല്പര്യമുള്ളവനായി. ബട്ട് മൈ ബേസിക് തിങ്കിങ്, എൻ്റെ അടിസ്ഥാനപരമായ ചിന്തകൾ വാസ് നോട്ട് ആൾട്ടേർഡ്. ഞാൻ ദാറ്റ് ഈവനിങ് നോട്ട് ഇറ്റ് എക്സ്പെക്ട് പ്രൊഫൗണ്ട് ചേഞ്ച്. ആ ഒറ്റ വൈകുന്നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മാറിയതല്ല, അല്ലെങ്കിൽ എൻ്റെ മാറ്റം ഒറ്റയടിക്ക് ഉണ്ടായതല്ല. ഐ ഫെൽറ്റ് ദാറ്റ് while the spiritual aspect of what this man had was not for me. എനിക്ക് കുറെ കാലം ഈ പറയുന്ന ആത്മീയ കാര്യങ്ങളും ഈ മനുഷ്യന്മാരും എനിക്കുള്ളതല്ല എന്ന് എനിക്ക് തോന്നി. ഐ ഡിഡ് ബിലീവ് സ്ട്രോങ്ലി ഇൻ ദ എംബസൈസ് ദ പുട്ട് ഓൺ ദ നീഡ് ടു ഹെൽപ്പ് അതേഴ്സ്. പക്ഷേ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ഐ ഫെൽറ്റ് ദാറ്റ് ഇഫ് ഐ കുഡ് ഹാവ് ദ ഇൻസ്പിറേഷൻ ഓഫ് ദിസ് ഗാദറിങ്സ്, അത് തീർച്ചയായും ഈ കൂട്ടായ്മയുടെ
പ്രേരണ കൊണ്ട് തന്നെയാണ്. ആൻഡ് ഇഫ് ഐ കുഡ് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ്, എനിക്ക് എന്തൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. ദാറ്റ് ടുഗദർ വുഡ് റീഇൻഫോഴ്സ് മൈ ഓൺ വിൽ പവർ. അതായത് രണ്ടുപേര് ഒന്നിച്ചു ചേരുമ്പോൾ എൻ്റെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കും. ആൻഡ് ദസ് ബി ഓഫ് ട്രമൻഡസ് അസിസ്റ്റൻസ്, അത് എന്നെ ഒരുപാട് രീതിയിൽ അസിസ്റ്റ് ചെയ്യും, സഹായിക്കും. ബട്ട് ഗ്രാജുവലി, പതുക്കെ ഇൻ എ മാനർ ഐ കനോട്ട് എക്സ്പ്ലെയിൻ, ഞാൻ വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഐ ബിഗാൻ ടു റീ എക്സാമിൻ ദ ബിലീഫ്, ഞാൻ എൻ്റെ വിശ്വാസത്തെ വീണ്ടും പരിശോധിച്ചു. ഐ ഹാഡ് തോട്ട് ബിയോണ്ട് ക്രിറ്റിസിസം, ഞാൻ വിമർശനങ്ങൾക്കുപരിയായി മാറി നിന്ന് ചിന്തിച്ചു. ഓൾമോസ്റ്റ് ഇൻപർപ്പസിബിളി മൈ ഹോൾ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മൈ ലൈഫ് അണ്ടർനെയ്ത്ത് സൈലന്റ് റിവല്യൂഷൻ. ഒരു വിപ്ലവകരമായ മാറ്റം വളരെ ശാന്തമായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിനും എൻ്റെ മനോഭാവങ്ങൾക്കും ഉണ്ടായി. വളരെ സൈലന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ നിശബ്ദമായിട്ടാണ് ആ വിപ്ലവകരമായ മാറ്റം ഉണ്ടായത്. ഐ ലോസ്റ്റ് മെനി വറീസ് ആൻഡ് ഗെയിൻഡ് കോൺഫിഡൻസ്. എൻ്റെ ദുഃഖങ്ങൾ മാറ്റപ്പെട്ടു, ഞാൻ വിശ്വാസത്തിൽ വന്നു. ഐ ഫൗണ്ട് മൈസെൽഫ് സെയിങ്, ഞാൻ എന്നെ പറ്റി പറയുന്നു, ആൻഡ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുന്നു, തിങ്സ് ഹാഡ് എ ഷോർട്ട് ടൈം ഗോ ഐ വുഡ് ഹാവ് കമൻഡമെന്റ് platitudes. A belief in the basic spirituality of life has grown. എൻ്റെ ആത്മീയ ജീവിതത്തിലെ വിശ്വാസം എനിക്ക് കൂടി വന്നു. വിത്ത് ഇറ്റ് ഫെൽറ്റ് സുപ്രീം ആൻഡ് ഗൈഡിങ് പവർ ഫോർ ഗുഡ്. എനിക്കൊരു സുപ്രീം ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, നല്ലതായിട്ട് എന്നെ നയിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ വളരെ പതുക്കെ, ഒരു സ്പിരിച്വാലിറ്റി ഓഫ് ലൈഫ്, എനിക്കൊരു ആത്മീയ ജീവിതത്തിലേക്ക് കൂടി വന്നു. അത് വളരുന്നു വന്നത് വളരെ സാവധാനമാണ്. In this process of decision, I can recognize two immensely significant steps for me. ഇത് എനിക്ക് പടികളിലൂടെയാണ് കടന്നു വന്നത്. The first step I took when I admitted to myself for the first time that all my previous thinking might be wrong. അതായത് ആദ്യത്തെ കാര്യം, അതായത് എൻ്റെ മുൻകാല ചിന്തകളെല്ലാം തെറ്റാണ്. The second step came when I first consciously wished to believe. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. As a result of this experience, ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, I am convinced that to seek is to find, to ask it's given. അതായത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, ഞാൻ കണ്ടെത്തി, ഞാൻ കൊടുക്കുവാൻ തുടങ്ങി. The day never passes that I do not silently cry. അതായത് silently cry out in thankfulness. അതായത് നന്ദി കൊണ്ട് കരയാത്ത ഒരു ദിവസവും എൻ്റെ മുന്നിലൂടെ കടന്നു പോയില്ല. നോട്ട് മിയർലി ഫോർ മൈ റിലീസ് ഫ്രം ആൽക്കഹോൾ. എൻ്റെ മദ്യാസക്തിയിൽ നിന്ന് എനിക്ക് സ്വതന്ത്രനായി കഴിഞ്ഞിരിക്കുന്നു. ബട്ട് ഈവൻ മോർ ഫോർ എ ചേഞ്ച് ദാറ്റ് ഹാസ് ഗിവൺ ലൈഫ് ന്യൂ മീനിങ്, ഡിഗ്നിറ്റി ആൻഡ് ബ്യൂട്ടി. ഇപ്പോൾ എൻ്റെ പുതിയ ജീവിതത്തിൽ അർത്ഥമുണ്ട്, ബഹുമാനമുണ്ട്, മനോഹാരിതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദി പറയാതെ ഒരു ദിവസവും കൂടി കടന്നു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ കഥ അവസാനിക്കുന്നത്. അടുത്ത ആഴ്ച അടുത്ത കഥയുമായിട്ട് നമുക്ക് വരാം. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.